ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള IIT JAM കെമിസ്ട്രിയുടെ ഫിസിക്കൽ കെമിസ്ട്രി സെക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് പേപ്പറിൻ്റെ ഓവറോൾ ലെവൽ എന്നതിനപ്പുറം ഫിസിക്കൽ കെമിസ്ട്രി എന്നൊരൊറ്റ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് പേപ്പറായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്യാവശ്യം പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റുന്ന, വളരെ ക്വിക്ക്ലി ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസും, ഒരു ഡീസൻറ്റ് നമ്പർ ഓഫ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ആൻഡ് ഫ്യൂ നമ്പർ ഓഫ് ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തിയാണ്. കൺസെപ്ച്വലി അത് മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിലും പ്രോബ്ലങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഓൾ ടുഗദർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് സൈഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് വൺ ബൈ വൺ ചെക്ക് ചെയ്യാം, എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ കഴിയുക നോക്കാം. ഓൾറൈറ്റ്, സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. എല്ലിംഗ്ഹാം ഡയഗ്രാം ഈസ് എ പ്ലോട്ട് ഓഫ്. സോ ഇത് നിങ്ങൾ ശരിക്കും ഇനോർഗാനിക് മെറ്റലർജി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി കണക്റ്റഡ് ആയിട്ടും വരുന്ന ഒരു ഡൊമൈനാണ്. ഓക്കെ, സോ മെറ്റലർജിയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മെറ്റൽ സൾഫൈഡ്സിൻ്റെ മെറ്റൽ ഓക്സൈഡ്സിൻ്റെയും ഒക്കെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ആരെ റിഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം എന്നുള്ളത്. ഈവൻ ഹയർ സെക്കൻഡറി ലെവലിൽ പോലും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പഠിക്കുന്ന ഒരു സെക്ഷനാണ്. So from the very definition of Ellingham diagram, that itself is a graph plotted between the change in Gibbs energy with respect to temperature. Okay, so അവിടെ നിങ്ങളുടെ x-axis ടെമ്പറേച്ചറും y-axis ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ആണ് പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. So that's a straightforward question, and Ellingham diagram is a plot of delta G0 versus temperature, so that corresponds to option 2. Okay, so ഇതായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം പറയുന്ന ഇതാണ്, ദ ഫസ്റ്റ് ഓർഡർ ഡൈഫ്രാക്ഷൻ. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചോദ്യമാണ്. ദ ഫസ്റ്റ് ഓർഡർ ഡൈഫ്രാക്ഷൻ, ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് DH scale that can be detected with X-ray having a wavelength of 1.54 angstrom is dash angstrom. അപ്പോൾ നമുക്ക് നോക്കാം വീണ്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരം ചോദ്യങ്ങളുടെ കേസിൽ ഡയറക്റ്റ്ലി ഡാറ്റ എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, സോ n വാല്യൂ 1 ആണ്. ദെൻ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് DH scale എന്ന് വെച്ചാൽ ഇന്റർപ്ലാനർ സ്പേസിംഗ് D കണ്ടെത്താനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് X-ray ഹാവിംഗ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് പറയുമ്പോൾ ലാംഡയുടെ വാല്യൂ അത് 1.54 ആങ്സ്ട്രോം ആണ്. സോ we need to find an equation that connects n, lambda and D. Okay, so that's straight away your Bragg's equation, which says that n lambda equals 2 times D times sin theta, 2D sin theta. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം അവർ എന്നും ഫിക്സ്ഡ് ആണ്, ലാംഡയും ഫിക്സ്ഡ് ആണ്. ആൻഡ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് വാല്യൂസ്. n is equal to 1 and lambda equal to 1.54 angstrom. So that is equal to 2 times D times sin theta. ഓക്കെ, കണ്ടുപിടിക്കേണ്ട ആളെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. D ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡിക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ എപ്പോഴാണ് ഇന്റർപ്ലാനർ സ്പേസിംഗ് ഏറ്റവും ചെറുതാവുക എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ പ്രകാരം അവർ എന്നും മാറുന്നില്ല, അതുപോലെ തന്നെ ലാംഡയും മാറുന്നില്ല. വിച്ച് മീൻസ് യുവർ LHS is a constant, right? n lambda is a constant. സോ എന്നും ലാംഡയും മാറുന്നില്ലെങ്കിൽ 2D sin theta മാറാൻ പറ്റില്ല, അതും ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ 2നെ കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ തന്നെ 2നെ കൂടെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. സോ n lambda divided by 2 എന്നുള്ളത് D sin theta ആണ്. ഓക്കെ, സോ n lambda by 2 മാറുന്നില്ലെങ്കിൽ D sin theta മാറാൻ പറ്റില്ല. വിച്ച് മീൻസ് യുവർ D sin theta ഹാസ് ടു ബി എ കോൺസ്റ്റന്റ്, റൈറ്റ്? D sin theta കോൺസ്റ്റന്റ് ആണ്. സോ D sin theta കോൺസ്റ്റന്റ് ആകുമ്പോൾ അത് മീൻ ചെയ്യപ്പെടുന്നത് ഫോർ എ ഹയർ വാല്യൂ ഓഫ് D യു വിൽ ഹാവ് എ സ്മോളർ വാല്യൂ ഓഫ് theta, or you will have a smaller value of sin theta, and for a smaller value of D you will have a higher value of sin theta. As simple as that. Okay, so D അതിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ അക്വയർ ചെയ്യപ്പെടുന്ന എപ്പോഴായിരിക്കും? sin theta അതിൻ്റെ മാക്സിമം വാല്യൂ അക്വയർ ചെയ്യപ്പെടുമ്പോഴായിരിക്കും. And we know that sin theta is a periodic function that oscillates between values 0 and 1. 0ക്കും 1നും ഇടയിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന, 0 and 1 അല്ല, -1നും 1നും ഇടയിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷനാണ് sin theta. സോ sin thetaയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? അത് 1 ആണ്. ഓക്കെ, സോ sin thetaയുടെ മാക്സിമം വാല്യൂ 1 അക്വയർ ചെയ്യപ്പെടുമ്പോഴാണ് D അതിൻ്റെ മിനിമം വാല്യൂ അക്വയർ ചെയ്യപ്പെടുക. സോ ഇഫ് ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് sin theta ഈക്വൽ ടു 1, that leads me to the smallest possible value of D. Okay, so that's it. Let's simply solve this. So half of 1.54 is your answer.
ആൻഡ് യൂണിറ്റ് നോക്കാം ആൻസർ തന്നെയാണ്. സോ ഓപ്ഷൻ 4 0.77 ആംഗ്സ്ട്രോം ഈസ് യുവർ ആൻസർ. ഓക്കെ, സോ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഒരു ചെറിയൊരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്വിക്ക്ലി സോൾവ് ചെയ്യാവുന്നതാണ്. Moving to the next question, and that's a question from classical thermodynamics or chemical thermodynamics. For an ideal gas, we have to find the isothermal compressibility. അപ്പോൾ നമ്മളിത് ക്ലാസ്സുകളിൽ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുള്ള സെക്ഷനാണ് 3 കാര്യങ്ങൾ: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് എന്ന സെക്ഷനിൽ നമ്മളുടെ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അത് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബീറ്റ എന്നുള്ള ഐസോതെർമൽ കംപ്രസിബിലിറ്റിനെ ചില ബുക്കുകളിൽ എസ്പെഷ്യലി അറ്റ്കിൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ ടി എന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഐസോതെർമൽ കംപ്രസിബിലിറ്റി എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ കാപ്പ ടി എന്ന് കാണുന്നതാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. കാപ്പ ടി ഈസ് നത്തിങ് ബട്ട് ദ ബീറ്റ ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ച്വലി നമ്മൾ ആ സെക്ഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ കഴിയും, ബിക്കോസ് ദേ ഹാവ് ഗിവൺ യു ദ എക്സ്പ്രഷൻ ഫോർ ബീറ്റ. നമുക്ക് വേറെ ഒന്നും വേണ്ടതില്ല, ബീറ്റയുടെ എക്സ്പ്രഷൻ അഥവാ കാപ്പയുടെ എക്സ്പ്രഷൻ തന്നെ അവർ തരുന്നുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. സോ കാപ്പ ടി ഈസ് നത്തിങ് ബട്ട് -1/v ടൈംസ്. ഇതിനുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പം നമുക്ക് അതിനെ അതിൻ്റെ ഫിസിക്കൽ സെൻസിൽ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് വോളിയം. ഓക്കെ, ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു പ്രഷർ at constant temperature. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു പ്രഷർ നിങ്ങൾ വോളിയത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് സിംപ്ലി വോളിയത്തിന്റെ എക്സ്പ്രഷൻ മാത്രമാണ്. വോളിയത്തിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആണെന്നൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട് അല്ലേ. സോ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഐ നോ ദ എക്സ്പ്രഷൻ ദാറ്റ് PV = nRT holds. ഓക്കെ, വിച്ച് ഷോസ് ദാറ്റ് മൈ വോളിയം V ഈസ് nRT upon P. വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ കാപ്പ ടി ഈക്വൽ ടു -1/v ടൈംസ് ∂P ഓഫ് വോളിയത്തിൻ്റെ വാല്യൂ എന്താണ്? അത് nRT / P ആണ്. ഓക്കെ, ദ ഹോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാർ നോക്കിയോളൂ. ഇവിടെ നമ്പർ ഓഫ് മോൾസിനെ പറ്റി ഒരു കമന്റ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് യു ക്യാൻ കൺസിഡർ ദാറ്റ് ടു ബി കോൺസ്റ്റന്റ്. ആൻഡ് നിങ്ങളുടെ R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ടീം കോൺസ്റ്റന്റ് ആണ് അല്ലേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് us take them outside. We will get that it is -nRT / V times. ബാക്കി എന്താ വരുന്നത്? ∂P of 1/P. 1/P യുടെ ഡെറിവേറ്റീവ് എന്താണ്? അത് -1/P². -1/P². അപ്പോൾ ഞാൻ -1/P² P into P എന്ന് എഴുതാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് മൈനസ് ആൻഡ് മൈനസ് ക്യാൻസൽസ് ഔട്ട്. ആൻഡ് എനിക്കറിയാം PV = nRT ആണല്ലേ. സോ PV യും nRT ഈക്വൽ ആണെങ്കിൽ they also get cancelled out and my final answer would be 1/P. 1/P ആയിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ 3 ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറ്റൊരു അനലിറ്റിക്കൽ മെത്തേഡിലൂടെ അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ പഠിച്ചു പോകുന്ന സമയത്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ യു ക്യാൻ ഐദർ യൂസ് ദ പ്രോപ്പർ കൺസെപ്ച്വൽ വേ ഓർ യു ക്യാൻ ഡു ദ കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ്. ആ രീതി നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് അനദർ വൺ, ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലംസിനകത്ത് യൂണിറ്റ്, ഡയമെൻഷൻ തുടങ്ങിയവയ്ക്ക്, സൈൻ തുടങ്ങിയവയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സുകളോട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡയമെൻഷണൽ അനാലിസിസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. കണ്ടുപിടിക്കേണ്ട കാപ്പ എന്ന് പറയുന്ന ആൾ, ഓക്കെ, കാപ്പ ടി എന്നുള്ള ആൾ ആക്ച്വലി -1/v ടൈംസ് ∂V/P അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന കാപ്പയുടെ ഡയമെൻഷൻ ഡിസൈഡ് ചെയ്യുന്നതിൽ മൈനസിന് പങ്കില്ല, കാരണം അത് ജസ്റ്റ് സൈൻ മാത്രമാണ്. 1ന് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് അയാൾക്കും പങ്കില്ല. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ള ഒരു പാരാമീറ്റർ വരുന്നത് കാരണം നിങ്ങളുടെ ആരുടെ യൂണിറ്റ് മാറാൻ പോകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. വോളിയത്തിന്റെ യൂണിറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാലും വെച്ചില്ലെങ്കിലും അത് മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഡയമെൻഷൻ മാറാൻ പോകുന്നില്ല. പ്രഷറിന്റെ ഡയമെൻഷൻ ടെമ്പറേച്ചർ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പ്രഷറിന്റെ ഡയമെൻഷൻ മാറാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ പാസ്കലിലാണ് പറയുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പാസ്കലാണ്, അല്ലാതെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പാസ്കൽ മാറി കെൽവിൻ ആകുന്നില്ല. ഇറ്റ്സ് മീൻസ് നിങ്ങളുടെ യൂണിറ്റുകളെല്ലാം ഹെൽഡ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിനാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. എൻ്റെ കാപ്പയുടെ യൂണിറ്റ് വരേണ്ടത് ആക്ച്വലി വോളിയത്തിന്റെ യൂണിറ്റ് ഡിനോമിനേറ്ററിലുണ്ട് ഇവിടെ. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ആലോചിച്ച് നോക്കൂ. ഫോർ എക്സാമ്പിൾ 10 ലിറ്റർ -5 ലിറ്റർ കിട്ടാൻ പോകുന്ന 5 ലിറ്റർ, അതും ലിറ്റർ തന്നെയാണ്. അതായത് ഇതിന്റെ യൂണിറ്റും ലിറ്റർ ആണ്. ഞാൻ ജസ്റ്റ് ഡയമെൻഷന് പകരം ഡയറക്റ്റ് യൂണിറ്റ്സിലേക്ക് പോവാണ്. ലിറ്റർ എന്ന് കൊടുത്തു നോക്കാം. ഇതിന്റെ യൂണിറ്റ് ലിറ്റർ ആണ്, ഡിനോമിനേറ്റർ യൂണിറ്റ് ലിറ്റർ ആണ്.
സോ വാട്ട് ബേസിക്കലി ഹാപ്പൻസ് ഈസ് നിങ്ങൾ ലിറ്ററലി ഒരെണ്ണം കട്ടൗട്ട് ആയിപ്പോൾ. ഓക്കെ, സോ ഫൈനൽ എക്സ്പ്രഷൻ, കാപ്പയുടെ ഫൈനൽ എക്സ്പ്രഷന്റെ യൂണിറ്റ് എന്തായിരിക്കണം? അത് 1 പ്രഷറിന്റെ യൂണിറ്റ് ഉള്ള ആളായിരിക്കണം. സോ അനലിറ്റിക്കലി നിങ്ങൾ ജസ്റ്റ് അത്ര മാത്രം നോക്കുകയാണെങ്കിൽ പോലും ഡയറക്റ്റ്ലി ആൻസർ 1/p പോകാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്തും ഇതേ മെത്തഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിയും യൂണിറ്റ്സ് ക്യാൻസൽ ആയി പോയിട്ട് 1/p യൂണിറ്റ് വരുന്ന ആളെ നോക്കാം. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആൻ MCQ, ഇതൊരു MCQ ആണ്. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ 3 1/p നിങ്ങൾക്ക് ആൻസർ ചെയ്യും. ഐദർ വേസ് വലിയൊരു ടൈം ചേഞ്ച് വരാൻ പോകുന്നില്ല, ബട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ അനലിറ്റിക്കൽ മെത്തഡ് കുറെ കൂടെ ക്വിക്കലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏത് വിധത്തിൽ ചെയ്താലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഫൈനൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വാണ്ടർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ വോളിയം കറക്ഷൻ ഫാക്ടർ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ വീണ്ടും ഡയറക്റ്റ്ലി പഠിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിക്കുന്നുണ്ടെന്നുള്ള കാര്യം. വോളിയം കറക്ഷൻ ഫാക്ടർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതിനെ പഠിച്ചിട്ടുള്ളത് എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോൾ എന്നാണ്, അല്ലേ? എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. And by the very definition of B, that is nothing but 4 times the volume of actual volume of molecule times Avogadro number. ഇതാണ് നമ്മളുടെ ബിയുടെ ഡയറക്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, so that arises from the repulsive interactions between gas molecules. Considering the molecule to behave as hard spheres of radius r, B is y into V molecule into Na. അങ്ങനെയെങ്കിൽ y എന്താണ്, അല്ലെ? വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ദ വാല്യൂ ഓഫ് y ഈസ് 4. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും അത് എങ്ങനെയാണ് വന്നത് എന്ന് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ക്വിക്കിൽ ഒന്ന് കാണിച്ചു തരാം. 2 മോളിക്യൂൾസ്, ഓക്കെ, 2 ഹാർഡ് സ്ഫിയേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ബിഹേവ് ആസ് ഹാർഡ് സ്ഫിയർ. ഹാർഡ് മീൻസ് ദേ ഡസ് നോട്ട് പെനട്രേറ്റ് ഈച്ച് അതർ. ഒരാൾ മറ്റൊരാൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ദാറ്റ്സ് ഡൺ. അല്ലാതെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, കംപ്രസ്ഡ് ആയി പോകില്ല എന്നാണ് അതിന്റെ മീനിങ്. സോ നമ്മൾ എക്സ്ക്ലൂഡഡ് വോളിയം പറയുന്ന സമയത്ത് ആ ഡിസ്കഷനിൽ വരുന്ന കാര്യം ഇതാണ്. ഇഫ് ഐ എം കൺസിഡറിങ് ദിസ് സെന്റർ ആൻഡ് ദിസ് സെന്റർ, ഈ 2 സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അതിനെ നമ്മൾ കൊളിഷൻ ഡയമീറ്റർ എന്നാണ് വിളിക്കുക. സോ കൊളിഷൻ ഡയമീറ്റർ റേഡിയസ് ആയി വരുന്ന സ്ഫിയറിന്റെ വോളിയം. ശ്രദ്ധിക്കാം, 2 സ്ഫിയേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, അവരുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ കൊളിഷൻ ഡയമീറ്റർ എന്നാണ് വിളിക്കുന്നത്. ആ കൊളിഷൻ ഡയമീറ്റർ റേഡിയസ് ആയിട്ട് വരുന്ന സ്ഫിയറിന്റെ വോളിയം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ക്വസ്റ്റ്യനും പറയുന്നുണ്ട് സ്ഫിയറിന്റെ റേഡിയസ് 6 ആണ്. സോ ഒന്നാമത്തെ സ്ഫിയർ റേഡിയസ് 6 ആണെങ്കിൽ രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഡിയസും 6 ആണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ബ്ലൂ കളേർഡ് സ്ഫിയറിന്റെ റേഡിയസ് എന്നുള്ളത് എത്രയാണ്? അത് r+r 2r ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വോളിയം, ഓക്കെ, ആ വോളിയം V എന്നുള്ളത് 4/3π. റേഡിയസ് ഇവിടെ എന്താ? ഇവിടുത്തെ റേഡിയസ് എന്താണ്? r+r 2r അല്ലേ? 4/3π ടൈംസ് 2r the whole cube എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V ഈക്വൽ ടു, നമുക്ക് നോക്കാം, ഇത് 4/3π ഇൻറ്റു 2r the whole cube എന്ന് പറയുമ്പോൾ അവിടെ ഒരു r ക്യൂബ് വരും, ദെൻ 2 ക്യൂബ് വരും. 2 ക്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി 8 ആണ്. സോ 8 ഇൻറ്റു 4/3πr ക്യൂബ്. നമ്മൾ ആലോചിച്ച് നോക്കാം, 4/3πr ക്യൂബ് എന്നുള്ളത് ആക്ച്വലി നിങ്ങളുടെ ഒരു സ്ഫിയറിന്റെ വോളിയം അല്ലേ? ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു സ്ഫിയറിന്റെ വോളിയം അല്ലേ? സോ ഇതിനെ നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V ആക്ച്വൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പോലെ V മോളിക്യൂൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V മോളിക്യൂൾ ഇൻറ്റു 8 എന്നുള്ളതാണ് നിങ്ങളുടെ Vയുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ വോളിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 2 മോളിക്യൂളുകൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ 2 മോളിക്യൂളുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ 2 മോളിക്യൂളിന് കൂടെ വരുന്ന എക്സ്ക്ലൂഡഡ് വോളിയം ആണ് നിങ്ങൾ കാണുന്നത് 8 ടൈംസ് V മോളിക്യൂൾ. അപ്പോൾ നോക്കിയാൽ ഈ 2 സ്ഫിയറിനും കൂടെ വരുന്ന എക്സ്ക്ലൂഡഡ് വോളിയം ആണ് ഇതെങ്കിൽ ഒരു മോളിക്യൂളിന്റെ എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8ന്റെ പകുതി എത്രയായിരിക്കും? അത് 4 ടൈംസ് ആക്ച്വൽ വോളിയം ആയിരിക്കും. 4 ടൈംസ് ആക്ച്വൽ വോളിയം. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയം എത്രയാണ്? അല്ലെങ്കിൽ 10 മോളിക്യൂളിന് എത്രയായിരിക്കും? ഇൻറ്റു 10. 100 മോളിക്യൂൾസിൻ്റെത് ഇൻറ്റു 100. അങ്ങനെയെങ്കിൽ ഒരു മോളിൻ്റെ എന്തായിരിക്കും? ഇൻറ്റു Na. സോ ആ എക്സ്പ്രഷനാണ് നിങ്ങളുടെ മുകളിൽ കാണുന്നത്, റൈറ്റ്? സോ യുവർ വാല്യൂ y ഇസ് നത്തിങ് ബട്ട് B, 4 എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ, ഓപ്ഷൻ 2. അപ്പോൾ ഈവൻ ഡെറിവേഷൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇതിന് ടൈം എടുക്കുന്നതെന്ന് തോന്നുന്നത്. ബട്ട് സ്ട്രൈറ്റ് അവേ ക്ലാസ് തിയറി പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ആൻസർ ആസ് 4 ആൻഡ് പ്രൊസീഡ്, റൈറ്റ്? Moving to the next question, the Lennard-Jones potential of interaction between 2 molecules as a function of distance is given by, function തരുന്നുണ്ട്,
where epsilon and sigma are constants, the expression of R at which VLJ reaches its minimum എത്തുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ ഒന്നും നിങ്ങൾ ഡയറക്റ്റ്ലി പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. മോസ്റ്റ്ലി നമ്മൾ നിങ്ങൾ ലാറ്റിസ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസിലും ഇപ്പം പറഞ്ഞ പോലെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസിലൊക്കെ ഒരു പക്ഷേ LJ പൊട്ടൻഷ്യലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോ ഈവൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ബേസിക് മാത്തമാറ്റിക്സ് ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഇവിടെ ചോദിക്കുന്നത് ബേസിക്കലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് VLJ അഥവാ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യലിന്റെ മിനിമത്തിലെ ആറിന്റെ വാല്യൂ കണ്ടെത്താനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ VLJ മിനിമൈസ് ചെയ്യുക എന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇഫ് യു ആർ ഗിവൻ എ ഫംഗ്ഷൻ and if the questioner is asking you to maximize or minimize the function, what we simply do is take the derivative of that function with respect to the parameter as described and equate that with 0 and solve for it. അത്രേ ഉള്ളൂ. സോ നിങ്ങളുടെ ഫംഗ്ഷൻ വിയുടെ വാല്യൂ പറയുന്നുണ്ട്, അത് മിനിമൈസ് ചെയ്യപ്പെടുന്ന ആറിന്റെ വാല്യൂ ആണ്. സോ വാട്ട് യു ഹാവ് ടു സിംപ്ലി ഡു ഈസ് ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് ഇക്വേറ്റ് ദാറ്റ് വിത്ത് 0. ഡൺ. ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കി പ്രൊസീഡ് ചെയ്യുക. സോ ഡോ ബൈ ഡോ ആർ ഓഫ് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ക്വസ്റ്റ്യൻ പ്രകാരം വിയുടെ വാല്യൂ പറയുന്നത് 4 എപ്സിലോൺ ടൈംസ്, ബാക്കി എന്താണ് 4 എപ്സിലോൺ ടൈംസ് സിഗ്മ ബൈ ആർ ടു ദ പവർ 12 മൈനസ് സിഗ്മ ബൈ ആർ ടു ദ പവർ 6. ഇത്രയാണ് ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത്. നമുക്കിതിനെ 0 ഇക്വേറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ബാക്കി വരുന്നുള്ളൂ. സോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആക്ച്വലി 2 ടേംസ് ആയിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് പറ്റുന്നത്. സോ 4ഉം എപ്സിലോണും കോൺസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ എന്തായാലും സിമ്പിൾ അതിനെ പുറത്തേക്ക് എടുക്കാം. സോ 4 എപ്സിലോൺ പുറത്തേക്ക് വന്നു ആൻഡ് ബാക്കി 4 എപ്സിലോൺ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ആർ ഓഫ് ബാക്കി എന്താ വരുന്നത് സിഗ്മ ബൈ ആർ റേസ് ടു 12 മൈനസ് സിഗ്മ ബൈ ആർ റേസ് ടു 6. ഇതിനാണ് നമ്മൾ ആക്ച്വലി 0 ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഭാഗം 0യുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി വാനിഷായി പോകും. സോ നമുക്ക് സിമ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക, സിഗ്മ ടു ദ പവർ 12 അതും കോൺസ്റ്റന്റ് ആണല്ലോ. കാരണം ക്വസ്റ്റ്യൻ പ്രകാരം സിഗ്മയും എപ്സിലോണും കോൺസ്റ്റൻസ് ആണ്, പറയുന്നുണ്ട്. സോ സിഗ്മ ടു ദ പവർ 12 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ കോൺസ്റ്റന്റ് എടുത്ത് ഞാൻ പിന്നീട് ബാക്കി വരുന്ന ആരാ 1/r⁻12 ആണ്. ഓക്കെ, 1/r⁻12. സോ ഡോ ബൈ ഡോ ആർ ഓഫ് 1/r⁻12 എന്ന് വെച്ചാൽ അത് r⁻−12ന്റെ ഡെറിവേറ്റീവ് എന്നാണ് മീൻ ചെയ്യുന്നത്. മൈനസ് വിത്ത് ദ സെയിം ലോജിക് സിഗ്മ റേസ് ടു 6 ബാക്കി എന്താ വരുന്നത് ഡോ ബൈ ഡോ ആർ ഓഫ് r⁻6. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ആ 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം. ഈക്വൽ ടു 0 എന്നുള്ളതിൽ റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈ ഇക്വേഷൻ വിൽ സിംപ്ലി ചേഞ്ച് ആസ് രണ്ടും ഈക്വൽ ആയിട്ട് മാറും. റൈറ്റ്, രണ്ടും ഈക്വൽ ആയിട്ട് മാറും. ഇപ്പോഴോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്മ ടു ദ പവർ 6 ഇവിടുത്തെ കട്ടൗട്ടായി പോവും, ഇവിടെയും കട്ടൗട്ടായി പോയിട്ട് ബാക്കി സിഗ്മ ടു ദ പവർ 6 മാത്രമായിരിക്കും ബാക്കിയാവുന്നുണ്ടാവുക. സോ സിഗ്മ ടു ദ പവർ 6 ഇൻറ്റു r⁻−12 ഡെറിവേറ്റീവ് എത്രയാ, അത് -12 ഇൻറ്റു r⁻13 ആണ്. സിമിലർലി RHS നോക്കാം, r⁻6 ഡെറിവേറ്റീവ് എത്രയാ -6 ഇൻറ്റു r⁻−7 കിട്ടും. ഓക്കെ, -6 -1 എന്നുള്ളത് -7 ആണ്. അപ്പോൾ അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം, ഇവിടുത്തെ മൈനസും കട്ടൗട്ടായി പോവും, 6ഉം 12ഉം കട്ടൗട്ടായി പോയിട്ട് നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആറിൻ്റെ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ആറിനെ ഒന്ന് ക്ലബ് ചെയ്യാം. സോ വാട്ട് ഐ ആം ഗെറ്റിംഗ് ഈസ് 2 സിഗ്മ ടു ദ പവർ 6 ഈക്വൽ ടു r⁻−7 ഡിവൈഡഡ് ബൈ r⁻−3 എന്ന് വെച്ചാൽ അത് ഇൻറ്റു r⁻+3 അല്ല 13. സോ 2 ടൈംസ് സിഗ്മ ടു ദ പവർ 6 ഈസ് ഈക്വൽ ടു r⁻6 എന്ന് കിട്ടും. സോ രണ്ട് സൈഡിലും റേസ് ടു 1/6 ചെയ്യാം. സോ 2⁻1/6 സിഗ്മ റേസ് ടു 6 ദ ഹോൾ റേസ് ടു 1/6 അഗൈൻ 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു r എന്ന് കിട്ടും. സോ 2⁻1/6 ഇൻറ്റു സിഗ്മ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ യു ക്യാൻ സീ ദാറ്റ് ആസ് ഓപ്ഷൻ 4. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യലിനെ പറ്റി അറിയേണ്ടതുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ററാക്ഷൻ ടേംസ് എപ്സിലോണും സിഗ്മയെ പറ്റി അറിയേണ്ടതുണ്ടായിരുന്നോ? ഇല്ല. ഇതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പറയുന്ന VLJ മിനിമൈസ് ചെയ്യപ്പെടണം എന്നുള്ളൊരു കൺസെപ്റ്റ്, ബേസിക്കലി മാത്തമാറ്റിക്സിലെ പാർഷ്യൽ ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ അറിയാമെങ്കിൽ തന്നെ യു ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ആസ് ഐ ഹാവ് ഡൺ ഓവർ ഹിയർ. കാരണം ഇവിടെ ഞാൻ LJ പൊട്ടൻഷ്യലിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. മാത്തമാറ്റിക്കൽ ആസ്പെക്ടിലൂടെ യു ക്യാൻ സോൾവ് ദ ക്വസ്റ്റ്യൻ ടു റീച്ച് ദ ഫൈനൽ ആൻസർ. റൈറ്റ്.
അടുത്ത ചോദ്യം ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. For the transformation of 1 mole of an ideal gas from an initial temperature of 27 degrees Celsius. So let's try to note down the values. നിങ്ങളുടെ ടെമ്പറേച്ചർ T1 എന്നുള്ളത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് അത് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1. ഓക്കെ. ഇനീഷ്യൽ പ്രഷർ സോ P1 ഈക്വൽ ടു 1 atm and final temperature T2 equal to 327 degrees Celsius. And the final pressure P2 equal to 17 atm. The change in enthalpy delta H കണ്ടെത്താനാണ് നമ്മളോട് ക്വസ്റ്റ്യനോട് ചോദിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ എച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അത് CP എന്നാണ് ഇവിടെ തന്നിട്ടുള്ളതെങ്കിൽ യൂണിറ്റ് നോക്കാം. പെർ മോൾ പറയുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ആക്ച്വലി CPM. ഓക്കെ, സോ CPM-ന്റെ വാല്യൂ അത് A പ്ലസ് BT ആണ്. വേർ A ഈക്വൽ ടു ഓക്കെ ആ വാല്യൂസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ എഴുതുന്നില്ല. എയുടെ വാല്യൂ പറയുന്നു, ബിയുടെ വാല്യൂ പറയുന്നു, T എന്നുള്ളത് ടെമ്പറേച്ചറാണ്. സോ യു ക്യാൻ സീ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കുന്ന ഡെൽറ്റ എച്ച് ആണ് ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ ട്രാൻസ്ഫോർമേഷൻ. സോ ദിസ് കംസ് അണ്ടർ ദ സെക്ഷൻ ഓഫ് യുവർ കിർഷോഫ്സ് ലോ അല്ലേ. സോ എൻതാൽപ്പി ഓഫ് ട്രാൻസ്ഫോർമേഷൻ അറ്റ് എ ടെമ്പറേച്ചർ T2 ഈസ് കണക്റ്റഡ് വിത്ത് ദ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം അറ്റ് ടെമ്പറേച്ചർ T1 through this expression H of T2 equal to H of T1 plus integral T1 to T2 CP dt. നമ്മൾ ഡയറക്ട്ലി ഇത് ക്ലാസ്സിൽ കാണുന്ന ഒരു ഭാഗമാണ്. കിർഷോഫ്സ് ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്. നമ്മളിവിടെ DH എന്ന് എഴുതും, എന്നിട്ട് നമ്മൾ DH-നെ റീപ്ലേസ് ചെയ്തിട്ട് CP dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ചോദിക്കുന്ന ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എച്ച് എന്നുള്ളത് H of T2 മൈനസ് H of T1 ആണല്ലോ. സോ ഈ H of T1-നെ കൂടെ LHS-ലേക്ക് എടുക്കുകയാണെങ്കിൽ H of T2 minus H of T1 that turns out to be delta H and that is equal to integral T1 to T2 CP dt. Integral T1 to T2 CP dt. So CP എന്നുള്ളത് ശരിക്കും N into CPM ആണ്. N വാല്യൂ 1 ആണ്. സോ നിങ്ങൾക്ക് എന്ത് മാത്രം മതി? CPM മതി. 1 into CPM is CP. So A plus BT dt. ഇത്രയാണ് നമ്മളിവിടെ ശരിക്കും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അഗെയിൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു രണ്ട് ടേംസ് ഉണ്ട്. സോ എ ഡി ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? AT വേരിയിങ് ഫ്രം T1 to T2 പ്ലസ് ബി ഇൻറ്റു ടിയുടെ ഇൻ്റഗ്രൽ T² ഡിവൈഡഡ് ബൈ 2 ആണ്, വേരിയിങ് ഫ്രം T1 to T2. ഓക്കെ, സോ എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നുണ്ട്. അത് എത്രയായിരുന്നു? 20.9. തൽക്കാലം യൂണിറ്റ് എഴുതുന്നില്ല, എല്ലാം SIസിലാണല്ലോ. 20.9 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇൻറ്റു ഓക്കെ നിങ്ങൾ ടിയുടെ അപ്പർ ലിമിറ്റ് T2 മൈനസ് T1 ആണ് ചെയ്യേണ്ടത്. സോ ഇൻറ്റു T2 മൈനസ് T1 327 27. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും സെയിം ആണ്. സോ ഡിഫറൻസ് ഈസ് 300 ഇൻറ്റു 300 കെൽവിൻ. ഓക്കെ, പ്ലസ് B ബൈ 2. ബിയുടെ വാല്യൂ അതും യൂണിറ്റ് SI യൂണിറ്റ്സിൽ തന്നെയാണ്. സോ 0.042 ബൈ 2 ടൈംസ് ഇനി T² ആണ്. T² അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ അത് ആക്ച്വലി T2² മൈനസ് T1² ആണ്. ഓക്കെ, അത് കെൽവിനിൽ തന്നെ എടുക്കണം. T2² മൈനസ് T1². അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ്. സോ പ്ലസ് 273 ചെയ്യാം. അത് 300 കെൽവിൻ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് 600 കെൽവിൻ ആയിരിക്കും. ഓക്കെ, സോ ബാക്കി വരുന്നത് എന്താണ്? T2² മൈനസ് T1². സോ ദാറ്റ് ഇസ് ബേസിക്കലി A² മൈനസ് B². A² മൈനസ് B² എന്ന് വെച്ചാൽ അത് A പ്ലസ് ബി A മൈനസ് ബി ആണ്. സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ചെയ്യാം. സോ 600 300 ആണ് കാൻഡിഡേറ്റ്സ് എങ്കിൽ 600 പ്ലസ് 300 900 ആണ്. ഇൻറ്റു 600 മൈനസ് 300 300 ആണ്. ഓക്കെ, സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഒബ്വിയസ്ലി ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം സിംപ്ലിഫിക്കേഷൻസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് യൂണിറ്റ് കൂടെ ഒന്ന് നോക്കാം. യൂണിറ്റ് കിലോ ജൂൾസിലുമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ബാക്കി ലാസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. 2 0 എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് ലെറ്റ്സ് സി 20.9 ഇൻറ്റു 300 വിൽ ഗിവ് യു എ വാല്യൂ ഓഫ് 6270 ആൻഡ് 0.042 ഇൻറ്റു 900 ഇൻറ്റു 300 the whole divided by 2 gives you a value 5670. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മേഷൻ വിൽ ലീഡ് യു ടു എ വാല്യൂ ഓഫ് 11940. ഡെൽറ്റ എച്ച് ആണല്ലോ, അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? അത് ജൂൾസിലായിരിക്കും. കാരണം നമ്മൾ SIസിലാണ് ചെയ്തിട്ടുള്ളത്. സോ കിലോ ജൂൾസിൽ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ആൻസർ ഹാസ് ടു ബി 11.94 കിലോ ജൂൾ ആൻഡ് ദാറ്റ്സ് ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ ആണ് കാണും. ഓക്കെ, സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഡൂയിങ്. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്ലി
you will reach to the right answer. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നരുത്, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഒരുപാട് സംശയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോബ്ലം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ദിസ് ബിലോങ്സ് ടു കിർഷോഫ് സെക്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു ചോദ്യം, നമ്മൾ ഇത്രയും നേരമായിട്ടും കൈനറ്റിക്സിലെ ഒരു ചോദ്യവും കണ്ടിരുന്നില്ല. അപ്പോൾ കൈനറ്റിക്സിലെ ഒരു ക്വസ്റ്റൻ ആണ് ഈ പറയുന്നത്. ഫോർ ദ റിയാക്ഷൻ NO2Cl, for the reaction NO2Cl giving NO2 plus half Cl2, the proposed mechanism involves the following two elementary steps. രണ്ട് elementary steps ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഒരു കോംപ്ലക്സ് മെക്കാനിസം ആണ് NO2Cl ഡീകമ്പോസിഷൻ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു അസ്യൂം SSA for Cl, ക്ലോറിൻ SSA അസ്യൂം ചെയ്യുക, ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് NO2. അല്ലെ, ഡയറക്റ്റ് SSAയുടെ സെക്ഷനിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. സോ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2, d/dt ഓഫ് NO2 ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ സെക്ഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയൊക്കെ NO2 ഉണ്ടോ അതിനെ ഫസ്റ്റ് ഒന്ന് അടിവരെ ഇടുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു NO2 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു NO2 ഉണ്ട്. സോ NO2 ഈസ് ഫോംഡ് ഫ്രോം ദീസ് ടു സ്റ്റെപ്സ്. ഈ രണ്ട് സ്റ്റെപ്പിലും NO2 ഫോം ചെയ്യപ്പെടുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം NO2 ഫോർമേഷൻ എങ്ങനെ എഴുതുക? സോ d/dt ഓഫ് NO2 is equal to rate constant K1 times the concentration of reactant NO2Cl. ഓക്കെ, സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഫോർമേഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആ ടേമിനെ പ്ലസ് ആക്കിയിട്ട്. ഓക്കെ, പ്ലസ്. അടുത്തത് ഇവിടെ NO2 ഫോർമേഷൻ ആണ്, സോ അതും പ്ലസ് ആണ്. സോ റേറ്റ് കോൺസ്റ്റന്റ് K2 ടൈംസ് റിയാക്ടൻസ് ആരൊക്കെയാണ് ഇവിടെ? NO2Cl ഉണ്ട്, അതുപോലെ തന്നെ Cl ഉണ്ട്, രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് Cl എന്നുള്ളത് നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് ആണ്, ആൻഡ് യു ഹാവ് ടു ഗിവ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ടു ദാറ്റ്. അപ്പോൾ നമുക്ക് SSA ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ എറേസ് ചെയ്യാണ്. ക്ലോറിൻ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് Cl ഇവിടെയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ രണ്ട് Cl വരുന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതണം? SSA, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷനിലേക്ക് പോകാം. ഓക്കെ, സോ d/dt ഓഫ് Cl എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് പ്രകാരം Cl ഫോർമേഷൻ ആണ്, സോ അത് പ്ലസ് ആണ് അല്ലേ. സോ പ്ലസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2Cl എന്ന് വരും. അതേസമയം സെക്കൻഡ് സ്റ്റെപ്പിൽ Cl ഡീകമ്പോസിഷൻ ആണ്, സോ മൈനസ് റേറ്റ് കോൺസ്റ്റന്റ് K2 ആണ്, K2 ടൈംസ് കോൺസെൻട്രേഷൻ ഓഫ് NO2Cl ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl. എവിടെയാണ് SSA കൊടുക്കുക? ഈ സ്റ്റെപ്പിലാണ് SSA കൊടുക്കുക. സോ SSA എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് കോൺസെൻട്രേഷനിലെ ചേഞ്ച് സീറോയോട് ഇക്വേറ്റ് ചെയ്യാം. സോ ദ മൊമെന്റ് യു ഇക്വേറ്റ്സ് ദാറ്റ് വിത്ത് സീറോ, എന്താ ശരിക്കും സംഭവിക്കുന്നത്? പ്ലസും മൈനസും സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ മൈനസിന് ഇപ്പുറത്തേക്ക് മാറും അല്ലേ. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഈസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2Cl ബിക്കംസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2Cl ടൈംസ് ദ കോൺസെൻട്രേഷൻ ഓഫ് Cl. അപ്പോൾ ഞാനിവിടെ Cl-ലാണ് SSA കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ സ്റ്റെപ്പിന്റെ എൻഡ് റിസൾട്ടായിട്ട് എനിക്ക് കിട്ടേണ്ടത് Cl-ന്റെ കോൺസെൻട്രേഷൻ ആണ്. സോ ഐ ക്യാൻ ക്യാൻസൽ ഔട്ട് ദ കോൺസ്റ്റൻസ്, കോൺസ്റ്റന്റ് അല്ല, കോമൺ ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വുഡ് ഗെറ്റ് ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് Cl ഈസ് നത്തിങ് ബട്ട് K1 upon K2. കിട്ടി, Cl-ന്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? Cl ഇങ്ങോട്ടേക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ? So the rate of formation of NO2, d/dt of NO2 equal to K1 into concentration of NO2Cl plus K2 into concentration of NO2Cl times Cl-ന്റെ വാല്യൂ എന്താണത്? K1 by K2 ആണ്. You can cancel out K2 and K2. So this is 2 times K1 into NO2Cl and that corresponds to option A. Simple. Again, ഒരു മോഡറേറ്റ് ക്വസ്റ്റൻ വേണമെങ്കിൽ പറയാം, കുറച്ച് എഴുതാനുള്ളത് കൊണ്ട്. ബട്ട് കൺസെപ്ച്വലി അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. മുന്നേ പറഞ്ഞതുപോലെ if you had the courage to do this problem, to start this problem, you will clearly reach to the final answer. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ടേംസ് വിട്ടു പോകാതെ. ഇപ്പോൾ ഇവിടുത്തെ Cl നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റി. ഇവിടുത്തെ NO2Cl അല്ലേ, എന്തായിരുന്നു? യെസ്, ഇവിടുത്തെ NO2 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം തെറ്റും. മോസ്റ്റ്ലി അത് മറ്റു ഓപ്ഷൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം കൈനറ്റിക്സ്. ആൻഡ് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ പ്രോബ്ലം ഏറ്റവും ചെറിയ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളതാണ് ചോദിക്കുന്നത്. സോ ഇത് ആക്ച്വലി പേഴ്സണലി എനിക്ക് തോന്നുന്നത്
ഈ പ്രോബ്ലത്തിന് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, കാഡ്മിയം അയോഡൈഡ് എന്നുള്ളത് നമ്മൾ യൂഷ്വലി ബാച്ചിലേഴ്സ് ലെവലിൽ പഠിക്കുന്നതല്ല, BSc ലെവലിൽ പഠിക്കുന്നതല്ല. മാസ്റ്റേഴ്സ് ലെവലിലേക്ക് പോകുമ്പോൾ കാഡ്മിയം അയോഡൈഡ്, നിക്കൽ ആഴ്സനൈഡ് തുടങ്ങിയ സ്ട്രക്ചേഴ്സിന്റെ കമ്പാരിസണും അവരുടെ ഇന്റർകലേഷൻ തുടങ്ങിയ പല കാര്യങ്ങളും മാസ്റ്റേഴ്സ് ലെവലിൽ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ കാഡ്മിയം അയോഡൈഡ് ഒരു ഓപ്ഷൻ വന്ന സ്ഥിതിക്ക് അത് ഒന്നുകിൽ ആൻസർ അല്ലാതിരിക്കാം, ജസ്റ്റ് ഒരു ആഡ് ചെയ്ത ഓപ്ഷൻ ആയിരിക്കാം. ബട്ട് ഇനി അതാണ് ആൻസർ വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിലബസിൽ പെടുന്ന ഒരാളല്ല. ഇനി മറിച്ച് മറ്റാൾക്കാരിലേക്ക് നോക്കുമ്പോൾ സിങ്ക് സൾഫൈഡിന്റെ വുഡ് സൈഡ് ഫോം ഉണ്ട്, ബ്ലെൻഡ് ഉണ്ട്, സീഷൻ ക്ലോറൈഡ് ഉണ്ട്. ഇത് മൂന്ന് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഈ മൂന്ന് സ്ട്രക്ചേഴ്സും പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവരൊരിക്കലും ഐഡിയൽ സ്ട്രക്ചേഴ്സ് അല്ല. ഓക്കെ, നിങ്ങളുടെ വുഡ് സൈറ്റ്, ബ്ലെൻഡ്, അവർ തമ്മിൽ ആകെ വ്യത്യാസം ഒരാൾ CCP മറ്റൊരു HCP ആണ്. രണ്ടിലെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. എപ്പോഴാണ് 74% വരിക? എപ്പോഴാണ്? അത് ഒരു ഐഡിയൽ HCP ഒരു ഐഡിയൽ CCP ആകുമ്പോഴാണ്. പക്ഷേ സിങ്ക് സൾഫൈഡിനകത്ത് സിങ്കിന്റെയും സൾഫറിന്റെയും റേഡിയസിന്റെ റേഷ്യോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പ്രോപ്പർ ഐഡിയൽ റേഡിയസ് റേഷ്യോ ആയിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഐഡിയൽ സ്ട്രക്ചർ അല്ല. അവിടെ നിങ്ങളുടെ ആനോൺ കോൺടാക്ട് ഒക്കെ നഷ്ടപ്പെടും. സോ ദ മൊമെന്റ് ഒരു ആനോൺ കോൺടാക്ട് ഈസ് മിസ്സിംഗ്, ദ പാക്കിംഗ് എഫിഷ്യൻസി വിൽ വേരി ഫ്രം 74%. അത് 74% കുറഞ്ഞ് എത്രയിലേക്ക് പോകും എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാർബണിന്റെ ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേഷൻ ചെയ്തു. നിങ്ങളുടെ സിങ്ക് വുഡ് സൈഡ് സ്ട്രക്ചറോട്ട് വളരെ സിമിലർ ആണല്ലോ, എല്ലാം കാർബൺ ആക്കാണല്ലോ ചെയ്യുന്നത്. അവിടെ 74% വരേണ്ടടുത്ത് കിട്ടുന്ന പാക്കിംഗ് എഫിഷ്യൻസി വെറും 34% മാത്രമാണ്. അപ്പൊ ആ ഒരു ഡാറ്റയിലേക്ക് പോകണം, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വി നീഡ് ദ വാല്യൂസ് ഓഫ് ദോസ് റേഡിയസ്. സിങ്കിന്റെ റേഡിയസ് വേണം, സൾഫർ റേഡിയസ് വേണം, സീഷ്യം ക്ലോറൈഡിന്റെ എല്ലാവരുടെ റേഡിയസ് ഉണ്ടെങ്കിലാണ് അത് പ്രോപ്പർ ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയുക. സോ ഫോർ ദ ടൈം ബീങ് പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ മേ ബി ക്യാൻസൽഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബട്ട് ലെറ്റ് സി ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണത് പറയുക നമുക്ക് നോക്കാം. സോ ആ ക്വസ്റ്റ്യൻ തൽക്കാലം ആ ഒരു നിലയ്ക്ക് അവിടെ ലീവ് ചെയ്യുക. ആൻഡ് അടുത്ത ചോദ്യം വരുന്നത് ലാങ്മുയർ അഡ്സോർപ്ഷൻ ഐസോതേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സോളിഡ് സർഫസിലെ ഗ്യാസിന്റെ അഡ്സോർപ്ഷൻ ഇസ് ഗിവൺ ബൈ θ = Kp/1 + Kp. നമുക്ക് അറിയാവുന്ന ഡയറക്റ്റ് എക്സ്പ്രഷൻ ആണ് അല്ലേ, θ = Kp/1 + Kp. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദിസ് ഐസോതേം ഈസ് ഓർ ആർ. അപ്പോൾ ഇതൊരു MSQ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എൻകൗണ്ടർ ചെയ്തതിനകത്ത് ആദ്യമാണ് ഒരു MSQ കാണുന്നത്. അപ്പോൾ പഠിപ്പിച്ച സമയത്തെ ക്ലാസ്സുകളിലാണെങ്കിൽ നമ്മൾ റിപ്പീറ്റിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. സർഫസ് കെമിസ്ട്രിയിൽ നിന്ന് എസ്പെഷ്യലി ലാങ്മുയറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് MSQs എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ലാങ്മുയറിന്റെ ഫുൾ തിയറി പഠിപ്പിക്കുന്നത്. 2023 ജാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമിലർ ക്വസ്റ്റ്യൻ കാണാനായിട്ട് കഴിയും. അത് MSQ ആയിരുന്നു, ലാങ്മുയർ ബേസ്ഡ് ആയിട്ടുള്ള MSQ തന്നെയായിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിവിടെ ആലോചിച്ച് നോക്കാം. തീറ്റയുടെ എക്സ്പ്രഷനും പറയുന്നുണ്ട്, അറ്റ് വെരി ഹൈ പ്രഷേഴ്സ് പ്ലോട്ട് ഓഫ് θ അഗൻസ്റ്റ് P ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു സ്കെലട്ടൺ കൺസ്ട്രക്ട് ചെയ്യാം. θ അഗൻസ്റ്റ് P നിങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവാം. റൈറ്റ്, നമുക്കറിയാം ലാങ്മുയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിന്റെ കറക്ഷൻ ആയിട്ടാണ് വരുന്നത്. മോണോലെയർ അഡ്സോർപ്ഷനെ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മൾട്ടി ലെയറിന്റെ ഡിസ്കഷൻ അവിടെ വരുന്നില്ല. മൾട്ടി ലെയർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ വെറ്റ് അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ആ തിയറിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് മാത്തമാറ്റിക്കലി എക്സ്പ്രഷൻ വൈസ് തന്നെ ഒന്ന് പോയി നോക്കാം, ഗ്രാഫിക്കലിയും പോയി നോക്കാം, രണ്ട് രീതിയിലും നോക്കാം. ഒന്നാമത് പറയുന്നത് വെരി ഹൈ പ്രഷർ θ അഗൻസ്റ്റ് P ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഗ്രാഫ് നോക്കി തന്നെ ക്ലിയർ ആകും. പ്രഷർ ഹൈയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാഫ് ഒരു ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുക അല്ലെ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. സോ ബൈ ഒബ്സർവേഷൻ ഐ ക്യാൻ സേ ഓപ്ഷൻ 1 ഈസ് ട്രൂ. ഓക്കെ, ഇനി നിങ്ങൾക്കത് മാത്തമാറ്റിക്കലി പറയണമെന്നുണ്ടെങ്കിൽ θ = Kp/1 + Kp എന്നുള്ള എക്സ്പ്രഷൻ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ കൊടുക്കാം. പറയുന്നത് ഹൈ പ്രഷർ എന്നാണ്. സോ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡിനോമിനേറ്ററിനകത്ത് 1 + Kp അല്ലേ കിടക്കുന്നത്. പ്രഷർ ഹൈ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും Kp എന്ന ടേം ഇൻക്രീസ് ചെയ്യും. സോ Kp ഒരുപാട് കൂടി കഴിഞ്ഞാൽ 1 നെഗ്ലിജിബിളി സ്മോൾ അല്ലേ, 1 + Kp എനിക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് Kp എന്ന് എഴുതാം. സോ θ = Kp/Kp എന്നോ, Kp/Kp എന്താണ് 1 ആണ്, വിച്ച് മീൻസ് θ ബിക്കംസ് എ കോൺസ്റ്റന്റ്. θ ഒരു കോൺസ്റ്റന്റ് ആവും എന്ന് വെച്ചാൽ θ മാറില്ല. ഹൈ പ്രഷറിൽ θ മാറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ് ആക്സിന് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, സോ θ = 1 എന്ന് നിങ്ങളുടെ ആൻസർ ആക്ച്വലി അവിടെ സിംപ്ലിഫൈഡ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ലീഡ്സ് ടു ദ ആൻസർ ഓപ്ഷൻ 1 ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ y = mx + c ഫോർമാറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ θ = mx + c ഫോർമാറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്താണ് കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ θ = Kp/Kp. θ സിമ്പിൾ ചെയ്ത് 1 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നിങ്ങളുടെ സ്ലോപ്പ് അവിടെ മാറുന്നില്ല, അതൊരു കോൺസ്റ്റന്റ് ടേം ആയിട്ട്
അല്ലെങ്കിൽ സിംപ്ലി നിങ്ങളുടെ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഓപ്ഷൻ 1 ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓപ്ഷൻ 2 നോക്കാം. The Langmuir isotherm can also be expressed as 1/θ equal to 1 + 1/kp. വളരെ സിമ്പിൾ ആണ്. ഇത് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തീറ്റയുടെ വാല്യൂ അവർ തന്നു, നിങ്ങൾ റെസിപ്രോക്കേറ്റിനെ അറിയില്ലേ? റെസിപ്രോക്കേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1/θ equal to 1/kp + kp/kp. 1/kp + 1, അതാണ് ഓപ്ഷൻ 2 പറയുന്നത്. In option 3 പറയുന്നത് വെരി ലോ പ്രഷർ പ്ലോട്ട് ഓഫ് തീറ്റ അഗൈൻസ്റ്റ് പീസ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു k. ഗ്രാഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ ആണ്. പ്രഷർ വളരെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒറിജിനോട് പാസ് ചെയ്യും. ഓക്കെ, ബട്ട് നമുക്കൊന്ന് മാത്തമാറ്റിക്കലി നോക്കാം. ഇപ്പോൾ തീറ്റ ഈക്വൽ ടു kp/1 + kp എന്ന ടേമിനകത്ത് നിങ്ങളുടെ പ്രഷർ വളരെ കുറവാണെങ്കിൽ 1ഉം kpയും കമ്പയർ ചെയ്യുമ്പോൾ kp വളരെ ചെറുതായിരിക്കും. നമ്മൾ kp നെഗ്ലക്ട് ചെയ്യും. സോ തീറ്റയുടെ വാല്യൂ സിംപ്ലി kp എന്ന് പോകും. അതായത് തീറ്റ ഈക്വൽ ടു kp + 0 എന്നാണ് അതിന്റെ മീനിങ്. സോ y ഈക്വൽ ടു mx + c. ഇതിന്റെ മീനിങ് എന്താ ആലോചിച്ച് നോക്കൂ. എന്താണ് അതിന്റെ മീനിങ്? തീറ്റ ഈക്വൽ ടു kp എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് y ഈക്വൽ ടു mx + c ഒബേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, സിയുടെ വാല്യൂ 0 ആണ്. സോ ഒറിജിനോട് പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അറ്റ് വെരി ലോ പ്രഷർ പ്ലോട്ട് ഓഫ് തീറ്റ അഗൈൻസ്റ്റ് പീസ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു k. അതും ട്രൂ ആണ്, സ്ലോപ്പ് k ആണ്. സോ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ 4 എന്താണ്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ ആൻഡ് ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൾട്ടി ലെയറിന് യൂസ് ചെയ്യുന്നത് വെറ്റ് അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ അത്രയാണ് സർഫസ് കെമിസ്ട്രി എന്നുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. So next question, the possible values of energy obtained from setting the following determinant equal to 0 is or are. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഭാഗം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി പറയാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ജാം എക്സാമിനേഷൻ നല്ലതുപോലെ എഴുതി IITസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി യുവർ ഫസ്റ്റ് സെമിസ്റ്റർ ഓർ സെക്കൻഡ് സെമിസ്റ്റർ നിങ്ങൾ ഈ ഡിറ്റർമിനന്റിനെ നിങ്ങളുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കോഴ്സുകൾ കാണും. സോ ഇത് ശരിക്കും ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു? കാരണം ഹക്കൽ മോ തിയറി നിങ്ങളുടെ തിയറിയിൽ നിങ്ങളുടെ സിലബസിൽ ഉള്ളതല്ല. ബട്ട് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഒരു സെക്ഷനുകൾക്കുണ്ട്. ആ സെക്ഷനിൽ ഡിറ്റർമിനൻസും മെട്രിക്സും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. സോ സിംപ്ലി ഇതൊരു ഡിറ്റർമിനന്റ് സോൾവിങ് മാത്രമാണ്. ചോദിക്കുന്നത് എന്താ? ദ പോസിബിൾ വാല്യൂ ഓഫ് എനർജി ഒബ്റ്റൈൻഡ് ഫ്രം സെറ്റിംഗ് ദ ഫോളോയിങ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഈ ഡിറ്റർമിനന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 0 ഇക്വേറ്റ് ചെയ്തിട്ട് ഇക്ക് സോൾവ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്, വേറെ ഒന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈക്വൽ ടു 0 ചെയ്യുക, സോൾവ് ചെയ്യുക. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആൽഫ മൈനസ് ഇ എന്നൊക്കെ ഇവിടെ കിടക്കുകയാണ്. എനിവേ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ആൽഫ മൈനസ് ഇക്ക് പകരം എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ആൽഫ മൈനസ് എക്സിന് പകരം ആൽഫ മൈനസ് ഇക്ക് വരെ ഞാനിവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ത്രൂ ഔട്ട് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ മാറും? ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 1 0 1 ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 1 0 1 ആൽഫ മൈനസ് ഇ ഡിവൈഡ് ബൈ ബീറ്റ ഈക്വൽ ടു 0. ഞാൻ ഇത് മാത്രമേ ചെയ്തുള്ളൂ. ആർഎച്ച് ഓൾറെഡി 0 ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഡിറ്റർമിനന്റിനെ ത്രൂ ഔട്ട് ഒരു ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈ ആളെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. എക്സ് കൊടുത്താൽ എൻ്റെ ഡിറ്റർമിനന്റ് സിംപ്ലിഫൈഡ് ആകും. ദാറ്റ് ബിക്കംസ് x1 0 1 x1 0 1 x ദാറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ എൻ്റെ ഡിറ്റർമിനന്റ് സിംപ്ലിഫൈഡ് ആവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ഡിറ്റർമിനന്റിനെ. സോ എക്സ് വെച്ച് ഓപ്പൺ ചെയ്താൽ എക്സ് ഇൻറ്റു ബാക്കി വരുന്നത് എന്താ? ഡിറ്റർമിനന്റ് x1 1 x മൈനസ് 1 ഇൻറ്റു 1 വന്നു കഴിഞ്ഞാൽ 1 നിൽക്കുന്ന റോയും കോളവും ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി 1 1 0 x. ഓക്കെ, 1 1 0 x. ഓക്കെ, ഇതാണ് ആ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. നെക്സ്റ്റ് എക്സ് വെച്ച് ഓപ്പൺ ചെയ്താൽ എന്താ കിട്ടുന്നത്? എക്സ് ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ഇവിടെ എന്താ കിട്ടുക? എക്സ് മൈനസ് 0. ഇത്രയാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. സോ മൈ ഫൈനൽ ആൻസർ ഈസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നേ ചെയ്ത പോലെ മൈനസ് എക്സിനെ അപ്പുറത്തേക്ക് എടുത്തിട്ട് എക്സും എക്സ് നിങ്ങൾ വെട്ടിക്കളയരുത്. വെട്ടിക്കളഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ് ഈക്വൽ ടു 0 എന്നൊരു സൊല്യൂഷൻ ഇവിടെ നഷ്ടപ്പെടും. മാത്തമാറ്റിക്കലി നിങ്ങൾ ഇതിനെ അങ്ങോട്ടേക്ക് എടുത്തിട്ട് എക്സും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എക്സ് ഈക്വൽ ടു 0 എന്നൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നഷ്ടപ്പെടും. ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഇതൊരു 3/3 ഡിറ്റർമിനന്റ് അല്ലേ? ഇതൊരു 3/3 ഡിറ്റർമിനന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 റൂട്ടുകളാണ് ശരിക്കും ഇതിന് കിട്ടേണ്ടത്. 3 റൂട്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ വാല്യൂ ആയിട്ട് കിട്ടേണ്ടത്. സോ
നമുക്ക് ആ 3 റൂട്ടുകളും ഈ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എൻ്റെ 3 ആൻസർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അതാണ് ഇനി ചെയ്ത് നോക്കേണ്ടത്. സോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, റൂട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സിനെ കോമൺ എടുക്കാം. സോ ഞാൻ എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ബാക്കി വരുന്ന ഫസ്റ്റ് ടേമിനകത്ത് എക്സ് സ്ക്വയർ -1 ആൻഡ് ബാക്കി എന്താണ് ഒരു -1. സോ ഓവറോൾ എക്സ് സ്ക്വയർ -2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്തൊക്കെയാണ്? ഒന്ന് എക്സ് ഈക്വൽ ടു 0 ഒരു റൂട്ടാണ്. ആൻഡ് അടുത്ത എന്താണ്, എക്സ് സ്ക്വയർ -2 0 ആണോ അല്ലേ? എക്സ് സ്ക്വയർ -2 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ 2 ആകും, വിച്ച് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു +√2 വരാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -√2 വരാം. സോ ദീസ് ആർ മൈ 3 റൂട്ട്സ്. ഇതാണ് അതിൻ്റെ 3 റൂട്ടുകൾ. പക്ഷേ എക്സ് ഞാൻ കൊടുത്ത ആളാണല്ലോ, എക്സ് ശരിക്കും ആരായിരുന്നു? ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ആൽഫ മൈനസ് ഇ ഡിവൈഡ് ബൈ ബീറ്റയുടെ വാല്യൂ ആണ് 0 എങ്കിൽ എൻ്റെ എനർജി എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ബീറ്റ ഇൻറ്റു 0 ആണ്. ആൻഡ് ആൽഫ അങ്ങോട്ടേക്ക് വന്ന് അല്ലെങ്കിൽ ഇ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഇ ഈക്വൽ ടു ആൽഫ എനിക്ക് ഒരു റൂട്ടായിട്ട് കാണാൻ പറ്റും. സോ ഇയുടെ ഒരു വാല്യൂ ആൽഫയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 പറയുന്നത് ആൽഫ എന്നാണ്. ഫൈൻ, നമുക്കത് ഓക്കെ ആണ്. നെക്സ്റ്റ് അടുത്തത് എക്സ് +√2 ആണെന്ന് പറയുന്നു. അതായത് ആൽഫ മൈനസ് ഇ ബൈ ബീറ്റയുടെ വാല്യൂ +√2 ആണ്. അങ്ങനെയെങ്കിൽ ആൽഫ മൈനസ് ഇയുടെ വാല്യൂ ബീറ്റ ടൈംസ് √2 ആണ്. അങ്ങനെയെങ്കിൽ ഇയുടെ വാല്യൂ എന്താണ്? ആൽഫ മൈനസ് ബീറ്റ √2. ഓക്കെ, ആൽഫ മൈനസ് ബീറ്റ √2. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 3 ആൽഫ മൈനസ് √2 ബീറ്റ. അപ്പോൾ അടുത്തത് എന്താണ്? എക്സ് ഈക്വൽ ടു -√2 ആണ്. അപ്പോൾ -√2 ആണെങ്കിൽ നിങ്ങൾ ആകെ ഇവിടെ സൈൻ ചേഞ്ച് കൊടുത്താൽ പോരെ? നമുക്ക് ജസ്റ്റ് കളർ ചേഞ്ച് കൊടുക്കാം. -√2 വരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താകും? ഇത് പ്ലസ് ആകും. സോ ആൽഫ പ്ലസ് ബീറ്റ √2 ആയിരിക്കണം നിങ്ങളുടെ തേർഡ് റൂട്ട്. ദാറ്റ്സ് ഓപ്ഷൻ 2. അപ്പോൾ വീണ്ടും ഇത് മാത്തമാറ്റിക്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റൻ ആണ്. ആൻഡ് ദിസ് ആക്ച്വലി കംസ് അണ്ടർ കെമിസ്ട്രി ആസ് എ ടോപ്പിക് ഹക്കൽ ഡിറ്റർമിനന്റ്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ IITs എന്നോ ICS എന്നോ NITs നിന്ന് തന്നെ നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾ റൈറ്റ്. സോ അടുത്ത ചോദ്യം, ദ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ ബെൻസീൻ. വീണ്ടും ഞാൻ പറയുന്നു, ഈസി ക്വസ്റ്റ്യൻ എന്ന കാറ്റഗറിയിൽ പെടുന്ന ചോദ്യമാണിത്. ബെൻസീൻ്റെ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ. സോ ബെൻസീൻ എന്നാൽ അത് C6H6 ആണ്. നമുക്ക് മാറ്റർ ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ടോട്ടൽ ആറ്റംസിനെ കൊണ്ട് 12 ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് 300 degrees of freedom. ദാറ്റ് ഇക്വേറ്റ്സ് ടു ബി 36 degrees of freedom. And out of 36 degrees of freedom, you will have 3 translational. And since benzene is a non-linear molecule, benzene planar ആണ്, പക്ഷെ ലീനിയർ അല്ല. Non-linear molecule ആണെന്നുണ്ടെങ്കിൽ it will have 3 rotational modes as well. സോ ടോട്ടൽ 36 degrees of freedom-ത്തിനകത്ത് 3 ട്രാൻസ്ലേഷനിലും 3 റൊട്ടേഷനായിട്ട് പോവുകയാണെങ്കിൽ യു വിൽ ബി ലെഫ്റ്റ് വിത്ത് ദ റിമൈനിങ് 30 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ചോദിക്കുന്നത് നിങ്ങളുടെ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. സോ നോർമൽ മോഡ് എന്ന് വെച്ചാൽ ആ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ യുവർ ഫൈനൽ ആൻസർ ടേൺസ് ഔട്ട് ടു ബി 30. സോ 30 ഹാസ് ടു ബി യുവർ ആൻസർ. എഗെയിൻ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നാഫ്തലിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബെൻസീനാണ്. അടുത്തതൊരു ഐ വുഡ് സേ ആൻ അൺകൺവെൻഷണൽ ക്വസ്റ്റ്യൻ. ഈവൻ നെറ്റിനോ ഗേറ്റിനോ TFR-നോ ഒന്നും നമ്മൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒരു എക്സാംസിനും ജാമിനും ഒന്നിനും കണ്ടിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും BSc ലെവലിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഡു ദാറ്റ്. അല്ലാത്ത പക്ഷം ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാരൊന്നും ചെയ്യാൻ വഴിയില്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വെറീഡ് ആവണ്ട. കാരണം ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ഡിസൈഡ് ആവാൻ പോകുന്നില്ല. കുറേ ആൾക്കാർ ചെയ്യുകയും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇതാരും ചെയ്യാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഡിസൈഡ് ആവാൻ പോകുന്നില്ല. കറക്കി കുത്തി ആരെങ്കിലും ശരിയായാലേ, എസ്പെഷ്യലി കറക്കി കുത്തിയാലും ശരിയാവാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. കാരണം ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഇല്ല കുത്താനായിട്ട്. സോ ലെറ്റ്സ് ട്രൈ ടു decode the meaning of this question and solve this, right? The debate temperature of diamond and copper are 2230 Kelvin. Okay, so theta D of diamond equal to 2230 Kelvin, and the debate temperature of copper is 343 Kelvin respectively. The maximum value of the frequency of atomic oscillations of diamond is y times the maximum value of frequency of the atomic oscillation of copper. The value of y is. അപ്പോൾ ഇവിടെ അറ്റോമിക് ഓസിലേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട ആൾക്കാർ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയിട്ട് ഫോണോൺസ് എന്ന് സെർച്ച് ചെയ്യാം. ഫോണോൺസ്, ഓക്കെ, നിങ്ങളുടെ ലാറ്റിസ് വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, ഡയമണ്ടും കോപ്പർ ഇവരുടെ ലാറ്റിസ് വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ അറ്റോമിക് ഓസിലേഷൻസിന്റെ ഫ്രീക്വൻസി കമ്പയർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലാറ്റിസ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ
അറ്റോമിക് ഓസിലേഷൻസ് ഒക്കെ സംഭവിക്കുന്നത് തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഈ അറ്റോമിക് വൈബ്രേഷൻസും അല്ലെങ്കിൽ അറ്റോമിക് ഓസിലേഷൻസ് ഒക്കെ നിങ്ങളുടെ തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഗിവൺ ടെമ്പറേച്ചർ ഉള്ള സിസ്റ്റത്തിന്റെ തെർമൽ എനർജി എന്നുള്ളത് സിംപ്ലി KBT ആണ്. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ തെർമൽ എനർജി എന്നുള്ളത് KBT ആണ്. സോ ശരിക്കും ഈ KBT എന്നുള്ളത് നിങ്ങളുടെ hν ഇക്വേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. KBT ബിക്കംസ് ഈക്വൽ ടു hν. അപ്പോൾ തെർമൽ എനർജി യൂസ് ചെയ്യുന്നു, അതിനെ ഞാൻ ഈ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറ്റോമിക് ഓസിലേഷൻ, ഓക്കെ, അറ്റോമിക് ഓസിലേഷന്റെ എനർജി hν ഓസിലേഷൻ. സോ അറ്റോമിക് ഓസിലേഷൻ നടക്കാൻ വേണ്ട എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? തെർമൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ KBTയും hν ഓസിലേഷനും കൂടി ഇക്വേറ്റ് ചെയ്യപ്പെടുകയാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. ചോദിക്കുന്നത് എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് അറ്റോമിക് ഓസിലേഷൻ ഓഫ് ഡയമണ്ട് ഈസ് y ടൈംസ് ദ മാക്സിമം വാല്യൂ ഓഫ് അറ്റോമിക് ഓസിലേഷൻ ഓഫ് കോപ്പർ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന നിങ്ങളുടെ ടെമ്പറേച്ചർ, ഇപ്പോൾ ഇവിടെ നോക്കുക ഡിബേറ്റ് ടെമ്പറേച്ചേഴ്സ് പറയുന്നുണ്ട്. സോ ഇവിടെ പറയപ്പെടുന്ന ടെമ്പറേച്ചർ എന്താണ്? നിങ്ങളുടെ ഡിബേറ്റ് ടെമ്പറേച്ചർ ആണ്. സോ ഞാൻ തൽക്കാലം അതിനെ θD എന്ന് കൊടുക്കാം. അപ്പോൾ θD ഡിബേറ്റ് ടെമ്പറേച്ചറിന്റെ എക്സ്പ്രഷൻ എന്താ? θD ഈക്വൽ ടു hν ഓസിലേഷൻ ഡിവൈഡഡ് ബൈ KB എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കുക, ഇവിടെ ഡയമണ്ടും കോപ്പറും കമ്പയർ ചെയ്യുന്ന രണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ the mathematics is simplified if I'm taking the ratio. So I can write my θD is directly proportional to new oscillation. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഡയമണ്ടും കോപ്പറും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ θD ഓഫ് ഡയമണ്ട് ഡിവൈഡഡ് ബൈ θD ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, അവരുടെ ഈക്വൽ ടു എന്താണ് വരുന്നത്? ന്യൂ ഓസിലേഷൻ ഓഫ് ഡയമണ്ട് ഡിവൈഡഡ് ബൈ ന്യൂ ഓസിലേഷൻ ഓഫ് കോപ്പർ. ഓക്കെ, നോക്കുക ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഞാൻ രണ്ട് സൈഡിലും രണ്ടാൾക്കാരെയും കൊണ്ടുവരുന്നു. സോ സിംപ്ലി ആ പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ആയിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ മാറും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറയുന്നത് എന്താ? θD ഓഫ് ഡയമണ്ട്, അത് ക്വസ്റ്റ്യൻ പ്രകാരം 2230 ആണ്, ഡിവൈഡഡ് ബൈ θD ഓഫ് കോപ്പർ ക്വസ്റ്റ്യൻ പ്രകാരം 343 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഓസിലേഷൻ ഓഫ് ഡയമണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? The maximum value of frequency of the atomic oscillation of diamond is y times the maximum value of frequency of atomic oscillation of copper. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനകത്ത് ആരാണുള്ളത്? ന്യൂ കോപ്പർ അല്ലേ? അപ്പോൾ ഞാൻ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ന്യൂ ഓസിലേഷൻ ഓഫ് കോപ്പർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആൻസറായി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഇത്ര മാത്രമായിരുന്നു. നിങ്ങളുടെ ഡയമണ്ടിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എന്നുള്ളത് കോപ്പറിന്റെ y ടൈംസ് ആണ്. ഓക്കെ, കോപ്പറിന്റെ y ടൈംസ് ആണ്. ആരാണ് y? 2230 by 343 ആണ് നിങ്ങളുടെ y. So let me try to substitute that value. So 2230 divided by 343. Final answer turns out to be 6.501. Round off to two decimal places. Okay, 6.50 has to be your answer. So നിങ്ങൾ ആൻസർ ചെയ്യുന്നത് 6.50 എന്ന് എഴുതുന്നത് തന്നെയാണ് സേഫ്. ബട്ട് ഇൻ കേസ് നിങ്ങൾ ഈവൻ 6.5 എന്ന് എഴുതിയാൽ മോസ്റ്റ്ലി അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സോ that's your answer. And I hope ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ലിക്വിഡ് സ്റ്റേറ്റ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെൻ 3 gram of a substance of molar mass 250 grams per mole is dissolved in 100 gram of CCl4, the boiling point of the solvent will be elevated by. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രത്തോളം എലവേറ്റഡ് ആവുന്നു? സോ നിങ്ങളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ സെക്ഷൻ ആണ്. So straight away we have an equation delta TB equal to I into KB into M, where I is the Van Hoff factor, KB is the molar boiling point constant KB, and M is your molality. Okay, so ശ്രദ്ധിച്ച് നോക്കുക, when 3 gram of a substance എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെയും ഈ കാര്യം ഇങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളോട് അവരൊരു NaCl എന്നാണ് സബ്സ്റ്റൻസ് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ, NaCl ഡിസോസിയേറ്റ് ചെയ്യുന്നു, Na+ഉം Cl- ആകുന്നു, 2 സ്പീഷീസ് ആകുന്നു, സോ I value 2 ആണ്. ഓക്കെ, ഇനി അതല്ല കാൽഷ്യം ക്ലോറൈഡ് CaCl2 എന്ന് പറയുന്നു, ഡിസോസിയേറ്റ് ചെയ്യും, Ca2+ഉം 2Cl- ആകും, I value 3 വരും, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സബ്സ്റ്റൻസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ I value നോക്കേണ്ടി വരും. ഇവിടെ സിംപ്ലി ഒരു സബ്സ്റ്റൻസിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ സബ്സ്റ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നോ ചെയ്യില്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവർ എന്തുകൊണ്ടായിരിക്കും സബ്സ്റ്റൻസ് എന്ന് മാത്രം പറഞ്ഞത്? ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. മാത്രമല്ല ഈ പ്രോബ്ലത്തിൽ വേറെ എവിടെയും I value 2 എന്നോ 3 എന്നോ ഒന്നും പറയുന്നില്ലല്ലോ.
അപ്പോൾ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഐ വാല്യൂ എത്ര തന്നെയാണ് 1 ആണ്. ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ മിസ്റ്റേക്ക്, സോൾവെന്റ് CCl4 എന്ന് കണ്ടിട്ടുണ്ട്. സോ സോൾവെന്റ് CCl4 എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കുന്ന രീതി അറിയില്ലല്ലോ, ഇതിനെ ആരെങ്കിലും ഡിസോസിയേറ്റ് ചെയ്ത് C4++4 എന്നൊക്കെ ആക്കിയിട്ട് ഐ വാല്യൂ 5 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് തെറ്റാണ്. കാരണം അത് സോൾവെന്റ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യപ്പെടുന്ന ആഡ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നതിലേക്കാണ്. ഓക്കെ, സോ ഇവിടെ അതിനെപ്പറ്റി പറയാത്തിടത്തോളം കാലം യുവർ ഐ വാല്യൂസ് 1. അപ്പോൾ വെറുതെ ഐ ഇട്ട് സമയം കളയണം എന്നില്ല. സോ ഡെൽറ്റ TBയുടെ എക്സ്പ്രഷനിലേക്ക് വരുന്നത് KB × M. സോ KBയുടെ വാല്യൂ 5 കെൽവിൻ kg/mol SI യൂണിറ്റ്സ് ആണ്, പ്രശ്നമില്ല. ഇൻറ്റു M മൊളാലിറ്റി വേണം. സോ മൊളാലിറ്റി M നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. മൊളാലിറ്റി M എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. ഇതാണ് നിങ്ങളുടെ മൊളാലിറ്റി. അപ്പം നമ്പർ ഓഫ് മോൾസ് വെച്ചാൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 gram ഓഫ് സബ്സ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? സോ 3 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് എത്രയാണ്? 250 gram ആണ്. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് മോൾസ്. എത്ര ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്? 100 ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗ്രാം SI യൂണിറ്റ് അല്ല, കിലോഗ്രാമിലേക്ക് മാറ്റണം. സോ അത് എത്രയാണ്? 100 gram എന്ന് വെച്ചാൽ 0.1 kilogram ആണ്. അപ്പോൾ ഞാൻ അതിനെ നോക്കൂ, ഇവിടെ ഗ്രാം കട്ടൗട്ടായി പോയി. ഇപ്പം ഇനി ബാക്കി കിലോഗ്രാം ആണ് വരാനുള്ളത്. സോ 0.1 kilogram എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1/10 kilogram ആണ് വരുന്നത്. ഓക്കെ, ആ 0.1നെ ഞാൻ 1/10 എന്ന് എഴുതിയിട്ട് 10നെ മുകളിലേക്ക് എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെ ഒരു യൂണിറ്റ് കിട്ടുക അല്ലേ, 250 grams/mol അല്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് മൈ പെർ മോൾ കട്ടൗട്ടായി പോവും, കിലോഗ്രാം കട്ടൗട്ടായിട്ട് പോകും. ആൻഡ് ഇവിടുത്തെ ഒരു 0 കട്ടൗട്ടായി പോവും. ആൻഡ് 5/25 5 ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ ആൻസർ 3/5 എന്നാകും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിനോമിനേറ്റർ 5 ആണല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6/10 എന്നാകും. ആൻഡ് 6/10 ഈസ് 0.6. യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. സോ ആൻസർ ഈസ് 0.6 കെൽവിൻ. ഓക്കെ, സോ അഗെയിൻ എന്താണ്? ഈസി ക്വസ്റ്റ്യൻ എന്നാണ് നമുക്ക് ഇതിനെ പറയാനായിട്ട് കഴിയുക. ബട്ട് മേ ബി ഈ പറഞ്ഞ ഐ കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ചിലരെങ്കിലും ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ടും യൂണിറ്റുകൾ തെറ്റിച്ചേക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടും ലെറ്റ്സ് ട്രൈ ടു categorize this question as something that is between easy to moderate. Okay, but I think majority of the questions who have studied liquid state should have done this question comfortably, pretty comfortably I would say. Okay, yes, next question. A system consists of 110 particles. അപ്പോൾ നമ്മൾ ഇതുവരെ പാർട്ടിക്കിൾ ലെവലിലേക്ക് പോയിരുന്നില്ല അല്ലെ. ക്വാണ്ടവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് ക്വസ്റ്റ്യൻസോ ഒന്നും ഇതുവരെ കണ്ടിരുന്നില്ല. സോ ഇതൊരു സ്പെക്ട്രോസ്കോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു സിസ്റ്റത്തിൽ 110 പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഈച്ച് പാർട്ടിക്കിൾ ക്യാൻ ഹാവ് ഓൺലി 2 നോൺ ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ്. 2 നോൺ ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ് ആണ്, വിത്ത് ε1 ആൻഡ് ε2 ആൻഡ് ε2 ഈസ് ഗ്രേറ്റർ ദാൻ ε1. ആ നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. The energy difference between these two states is 0.1 electron volt. നോക്കുക, ഒരു നോൺ SI യൂണിറ്റ് അവിടെ വന്നിട്ടുണ്ട്, which means we have to do some work in terms of unit conversion. The temperature at which only 10 particles of the system will be present in energy state ε2. ε2ൽ 10 പാർട്ടിക്കിളുകൾ മാത്രം സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, മൊത്തം 110 പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 10 എണ്ണം ε2ൽ സിറ്റുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 100 എണ്ണം എവിടെ ആയിരിക്കും? അത് ε1ലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ആൻഡ് ആ ടെമ്പറേച്ചർ കണ്ടെത്താനാണ്. അപ്പോൾ ഇത് പോപ്പുലേഷൻ റേഷ്യോയുടെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. സോ സ്ട്രൈറ്റ് അവേ ടേക്ക് ദ എക്സ്പ്രഷൻ N2/N1 = G2/G1. പക്ഷേ നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് പറയുന്ന സ്ഥിതിക്ക് ഞാൻ എഴുതുന്നില്ല. സോ N2/N1 = G2/G1 ടൈംസ് e⁻ΔE. ഓക്കെ, സോ ΔE നമുക്ക് യൂണിറ്റ് കൊടുക്കാം. അത് 0.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ KB × KBT. ഓക്കെ, സോ N2ൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. N1ൻ്റെ വാല്യൂ 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻0.1 ഡിവൈഡഡ് ബൈ KBT, 0.1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു യൂണിറ്റ് കൺവേർഷൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ. കാരണം KBT എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ജൂൾസിലായിരിക്കും നമുക്ക് എനർജീനെ കിട്ടുന്നുണ്ടാവുക. സോ മുകളിൽ ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു കൺവേർഷൻ ഇലക്ട്രോൺ വോൾട്ട് നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ 1.6 × 10⁻⁻19 ജൂളാണ്. സോ 0 കട്ടൗട്ടായി പോകും. 10⁻⁻1 അല്ലേ. 10⁻⁻1 = e⁻0.1
0.1 into 1.6 into 10 raised to minus 19 ജൂൾ ഡിവൈഡഡ് ബൈ kBT എന്ന് പറയുമ്പോൾ അത് എത്രയായിരുന്നു kBTയുടെ വാല്യൂ ജൂൾസിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ 1.38 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 23 ടൈംസ് ടി ഇത്രയും കൊടുക്കാം. സോ ടെമ്പറേച്ചർ ആണ് കണ്ടെത്തേണ്ടത്. അയാൾ തലപ്പത്തിരിക്കുകയാണ് അല്ലേ, എക്സ്പോണൻഷ്യൽ മുകളിലിരിക്കുകയാണ്. സോ വി ഹാവ് ടു ടേക്ക് ln, ലോഗരിതം എടുക്കുക. സോ ln എടുക്കുമ്പോഴത്തേക്ക് ln ലെഫ്റ്റ് സൈഡിലും ln എടുക്കുന്നു, റൈറ്റ് സൈഡിലും ln എടുക്കുന്നു. സോ ln 10 to the power minus 1 എന്ന് പറയുമ്പോഴത്തേക്ക് സിംപ്ലി എന്താണ് മൈനസ് ln 10 ഈക്വൽ ടു ln-ഉം ഇയും കൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കി സിംപ്ലി ആൻസർ മൈനസ് 0.1 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to minus 19 divided by 1.38 into 10 raised to minus 23. Okay, so minus and minus cancels out. ഇവിടെ ടി കൂടെ ഉണ്ട്. സോ ഇനി സിംപ്ലി നിങ്ങൾ ആ ടീനെ ഒറ്റയ്ക്കാക്കിയിട്ട് സോൾവ് ചെയ്താൽ മതിയാവും. സോ ജസ്റ്റ് നമുക്ക് ക്വിക്കലി ചെയ്ത് നോക്കാം ടിയുടെ വാല്യൂ എത്രയാണ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ ടി ഈക്വൽ ടു ഇവിടെ എഴുതാം. ടി ഈക്വൽ ടു ടിയുടെ വാല്യൂ എത്ര വരുന്നത് 1.6 ഇൻറ്റു 10 raised to minus 19 ഉണ്ട് അല്ലേ. ഈ 0.1 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് 1 divided by 10 ആണ്. ഓക്കെ, 1 divided by 10 ആണ്. സോ 1 divided by 10 എന്നുള്ളത് ആ 10 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 raised to minus 22 ആയിട്ട് സിമ്പിൾ അതങ്ങ് മാറും. ഓക്കെ, സോ 1.6 divided by 1.38. പിന്നെയോ ln 10ന്റെ വാല്യൂ നമുക്കറിയാം, അത് സിംപ്ലി 2.303 ആണ്. ഓക്കെ, സോ ഈ വാല്യൂസ് നമുക്ക് നോക്കാം. പവർ ഇല്ലാത്ത വാല്യൂസ് ആണ്. സോ 1.6 divided by 1.38 divided by 2.303. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് എത്രയാണ് 0.503 എന്നാണ് കിട്ടുക. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കി രണ്ട് യൂണിറ്റുകളാണല്ലോ, സോറി 10ന്റെ പവേഴ്സ് ആണ്. 10 raised to minus 19 by 10 raised to minus 22. അപ്പോൾ അത് 10 raised to minus 22 മുകളിലേക്ക് പോകുമ്പോൾ സിംപ്ലി 10 to the power 3 എന്ന രീതിയിലേക്ക് മാറും. സോ ആൻസർ വിൽ ബി 503 കെൽവിൻ. നമുക്ക് യൂണിറ്റ് നോക്കാം. റൗണ്ട് ഓഫ് 2 ഡെസിമൽ പ്ലേസ് ആണ്. സോ 503.44 കെൽവിൻ അടുപ്പിച്ചൊരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. 503.44 കെൽവിൻ നിയർലി ആ ഒരു ആൻസർ ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ക്വസ്റ്റ്യൻ. 503.44 കെൽവിനിലേക്കായിരിക്കും നിങ്ങളുടെ ആൻസർ എത്തുന്നത്. ഓക്കെ, സോ സ്പെക്ട്രോസ്കോപ്പിയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എക്സാമിൽ കാൽക്കുലേറ്റർ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു ടൈം മാത്രമാണ് ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം തിയററ്റിക്കലി ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് വീണ്ടും ഒറ്റ നോട്ടത്തിൽ തന്നെ കൈനറ്റിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. At 30 degrees Celsius, the half-life for the decomposition of a compound is 100 seconds. So they are giving you T-half. Okay, T-half എന്നുള്ളത് 100 seconds ആണ്. The value of half-life is independent of initial concentration. Initial concentration half-life ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ that is your first order reaction. Okay, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ ആണ് T-half is equal to 0.693 upon K. അവിടെ നിങ്ങൾക്ക് എയും A0 ഒന്നും കാണാൻ കഴിയില്ല. So the time required for 30% of the reactant to be consumed. Okay, 30% reactant consume ചെയ്യപ്പെടാനുള്ള ടൈമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സ്പ്രഷൻ T equal to 2.303 by K log A0/80 എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകും വീണ്ടും T 50%ഉം T 30% തമ്മിൽ കണക്റ്റഡ് ആകുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു റേഷ്യോ റൂട്ടാണ് പ്രിഫറബിളി ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടാവുക. സോ 2.303 കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല. സോ അതും കോൺസ്റ്റന്റ് ആണ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഈസ് മൈ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഗ് A0/80. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം. ടൈം ടേക്കൺ ഫോർ 30% ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ 50% ഈക്വൽ ടു കറസ്പോണ്ടിങ് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 എടുത്തു കഴിഞ്ഞാൽ 30% എന്താ റിയാക്ടന്റ് കൺസ്യൂം ചെയ്യുകയാണ്. സോ 30% കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 70% ഉണ്ടാവില്ലേ? സോ ടൈം ടിയിലെ എയുടെ കോൺസെൻട്രേഷൻ 70 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ലോഗ് ഇവിടെ എന്താണ് 50% കൺസംഷൻ ആണ്. സോ ലോഗ് 100/50. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? T 30% ഈക്വൽ ടു T 50%. ഞാനത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ T 50% വാല്യൂ 100 ആണ്. സോ 100 seconds ഇൻറ്റു ലോഗ് 10/7 ഡിവൈഡഡ് ബൈ ബാക്കി ഡിനോമിനേറ്ററിൽ എന്താ ലോഗ് 2 ആണ്. ലോഗ് 2ന്റെ വാല്യൂ നമുക്കറിയാം, അത് 0.3010.
അപ്പോൾ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. സോ ലോഗരിതം അല്ലേ, ലോഗരിതം ഓഫ് 10/7. സോ 100 ഇൻറ്റു അതിൻ്റെ വാല്യൂ വരുന്നത് 0.1549 എന്നാണ്, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ലാസ്റ്റ് അടുത്ത ആൾ ലോഗ് 2. ലോഗ് 2 നമുക്ക് ഓൾറെഡി അറിയാമെന്നാണ് പറഞ്ഞല്ലേ, 0.3010. അപ്പോൾ നമുക്കിനി റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. സിംപ്ലി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 154.9 ഡിവൈഡഡ് ബൈ 0.3010. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 51.46 സെക്കൻഡ്സ് എന്നാണ്. 51.46. സോ റൗണ്ട് ഓഫ് ടു 1 ഡെസിമൽ പ്ലേസ് എന്ന് പറയും. സോ യു ക്യാൻ റൗണ്ട് ഇറ്റ് ഓഫ് ടു 51.5 സെക്കൻഡ്സ് ഓർ 51.4 സെക്കൻഡ്. അത് മാറ്റർ ചെയ്യില്ല. മോസ്റ്റ്ലി ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. മേ ബി പല ആൾക്കാരും T½ തന്ന സ്ഥിതിക്ക് K കണ്ടുപിടിക്കും. ആ K കണ്ടുപിടിച്ച് K ബാക്കി ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കും. അതൊക്കെയാണ്, പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഒബ്വിയസ്ലി T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ K കോൺസ്റ്റന്റ് ആണ്. സോ K റേഷ്യോയിൽ കട്ടൗട്ടായി പോകുമെങ്കിൽ ദാറ്റ് വിൽ സേവ് സം ഓഫ് മൈ ടൈം. ഞാൻ കുറച്ച് സമയം സേവ് ചെയ്തത് മാത്രം. ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആൻസർ 51.5 നിങ്ങൾ എത്തുന്നിടത്തോളം കാലം ദീസ് റൂട്ട്സ് ഡസന്റ് മാറ്റർ. ദീസ് ആർ ജസ്റ്റ് 2 ഡിഫറെന്റ് വേസ് ഓഫ് അപ്രോച്ചിങ് ദ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിങ്ങളുടെ യുറേനിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഡീക്കെ ആണ് പറയുന്നത്. സോ യുറേനിയം 238 ഡീകമ്പോസ് ചെയ്ത് റേഡിയോ ആക്റ്റീവ്ലി ഡീക്കെ ചെയ്തിട്ട് ലെഡിലേക്ക് പോവുകയാണ്. സോ ലെഡിന്റെ മാസ് നമ്പർ 210 ആണ്, അറ്റോമിക് നമ്പർ 82 ആണ്. ആൻഡ് അതിനോടൊപ്പം 7 ആൽഫ പാർട്ടിക്കിൾസും റിലീസ് ചെയ്യുന്നു പറയുന്നു. M നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസും റിലീസ് ചെയ്യുന്നു പറയാം. അപ്പോൾ ആൽഫ ആൻഡ് M കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ ഹീലിയം 4ന്റെ ന്യൂക്ലിയസിനോട് ഇക്വലന്റ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ഓക്കെ, സോ 7 ടൈംസ് ആൽഫ എന്നുള്ളത് ഞാനത് തിരുത്തി എഴുതുകയാണ്. അതിനെ 7 ടൈംസ് ഹീലിയം 2 4 എന്ന് എഴുതുകയാണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. 7 ഹീലിയം വരികയാണ്, അല്ലെങ്കിൽ 7 ആൽഫ പാർട്ടിക്കിൾസ് വരികയാണ്. അറ്റോമിക് നമ്പർ നമുക്കറിയാവുന്ന പോലെ തന്നെ LHSലെയും RHSലെയും നിങ്ങളുടെ മാസ് നമ്പേഴ്സും അതുപോലെ തന്നെ അറ്റോമിക് നമ്പേഴ്സും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ നോക്കാം, LHSൽ 238 ആണ് നിങ്ങളുടെ മാസ് നമ്പർ ആയിട്ട് വരുന്നത്. RHSൽ ഇവിടെ നോക്കാം 210 ഉണ്ട്, പ്ലസ് 7 × 4 എത്രയാ 28 ആണ്. അപ്പോൾ തന്നെ എത്ര 238 ആയി. നമുക്കറിയാം ഇനി ബീറ്റ പാർട്ടിക്കിൾ എന്നുള്ളത് എമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് രണ്ട് തരത്തിലാകാം. ബീറ്റ എമിഷൻ എന്നുള്ളത് ക്യാൻ ബി ഐദർ ബീറ്റ മൈനസ് ഡി കെ ഓർ ബീറ്റ പ്ലസ് ഡി കെ. ഇനി ബീറ്റ മൈനസ് ഡി കെ ആണെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യപ്പെടുന്ന ആക്ച്വലി ഇലക്ട്രോൺ E-1 0 ആണ്. ബീറ്റ പ്ലസ് ആണെങ്കിൽ പോസിട്രോൺ E+1 0 ആണ്. ഐദർ വേസ് നിങ്ങളുടെ മാസ് നമ്പർ എത്രയാണ് 0 ആയിരിക്കും. മാസ് നമ്പർ 0 ആയ സ്ഥിതിക്ക് 210 + 28 + 0. അപ്പോൾ നിങ്ങളുടെ മാസ് നമ്പർ എന്തായി? ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് നോക്കേണ്ട അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ യുറേനിയത്തിൻ്റെത് 92 ആണ്. RHSലേക്ക് പോകുമ്പോൾ ഒരു 82 ലെഡിൻ്റെത് വന്നു. ആൻഡ് ഹീലിയത്തിൻ്റെ കേസിൽ ഇവിടെ 7 × 2 എത്രയായി 14 ആണല്ലേ. സോ 82 + 14 എത്രയായി 96 ആയി. ഇപ്പോൾ തന്നെ 96 ആയി. ഇനി പ്ലസ് ഇവിടെ എൻ്റെ M നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായി LHS 92 അല്ലേ, RHSൽ നിങ്ങളുടെ അറ്റോമിക് നമ്പർ കൂടി 96 ആയി. സോ അറ്റോമിക് നമ്പർ കുറയണം എന്നുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് ബീറ്റ മൈനസ് ഡി കെ ആണ്. സോ ബീറ്റ മൈനസ് ഡി കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയായിരിക്കും? E-1 0 എന്നുള്ളതായിരിക്കും നമ്മുടെ ബീറ്റ പാർട്ടിക്കിളിൻ്റെ നൊട്ടേഷൻ. അപ്പം അറ്റോമിക് നമ്പർ എത്രയാണ് കുറയേണ്ടത്? 92 96 അല്ലെ, 4 അല്ലേ കുറയേണ്ടത്. സോ 4 ബീറ്റ പാർട്ടിക്കിൾസ് ആയിരിക്കണം എമിറ്റ് ചെയ്യപ്പെടേണ്ടത്. സോ M വാല്യൂ ഈസ് 4. ഓക്കെ, M വാല്യൂ 4 ആണ്. അപ്പോൾ അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദാറ്റ് വാസ് എ റിലേറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സ്പെക്ട്രോസ്കോപ്പിൽ നിന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു സ്പെക്ട്രോസ്കോപ്പിക് ക്വസ്റ്റ്യൻസും ഈ ന്യൂക്ലിയർ ലെവലിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ നാറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി MSQs ഇത്തവണ കുറവായിരുന്നു അല്ലേ ഫിസിക്കലിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ റൊട്ടേഷണൽ സ്പെക്ട്രം ഓഫ് HF ഹാസ് ഈക്വലി സ്പേസ്ഡ് ലൈൻസ്. അപ്പം ഇവിടെ തന്നെ എവിഡന്റ് ആണ്. HFന്റെ കാര്യം പറയുന്നു, ഈക്വലി സ്പേസ്ഡ് ലൈൻസ് എന്ന് പറയുന്നു. സോ ഈക്വലി സ്പേസ്ഡ് റൊട്ടേഷണൽ ലൈൻസ് കാണപ്പെടുന്നത് നിങ്ങളുടെ റിജിഡ് റോട്ടറിന്റെ കേസിലാണ്. ഓക്കെ, റിജിഡ് റോട്ടറിന്റെ കേസിലാണ് ഈക്വലി സ്പേസ് റൊട്ടേഷൻ ലൈൻസ് നമ്മൾ കാണുന്നുണ്ടാവുക. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈക്വൽ സ്പേസിങ്ങിന്റെ വാല്യൂ 2b ആണ്. കാരണം സ്പെക്ട്രത്തിലെ സ്പേസിംഗ് ആണ് പറയുന്നത്. സ്പെക്ട്രത്തിലെ സ്പേസിംഗ് 2b ആണ്. സോ 2bയുടെ വാല്യൂ ആണ് ഇത്ര 40.9 centimeter inverse. ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് HF ഈസ് y × I എന്നുള്ളത് y ×
10⁻⁻47 ആണ് വാല്യൂ ഓഫ് y കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീണ്ടും ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്, കൺസെപ്റ്റിൽ ഈസിയാണ്, നമുക്ക് ചെയ്ത് നോക്കാം. സോ 2bയുടെ വാല്യൂ 40.9 ആണെങ്കിൽ ബിയുടെ വാല്യൂ 20.45 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, 20.45 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ആൻഡ് നമുക്ക് അറിയുന്ന പോലെ തന്നെ ബിയുടെ എക്സ്പ്രഷൻ എന്താണ്? ബി ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ 8π² IC. ഓക്കെ, h ഡിവൈഡ് ബൈ 8π² IC എന്നുള്ളതാണ് നമ്മുടെ ബിയുടെ എക്സ്പ്രഷൻ. എന്തുകൊണ്ടാണ് h²/8π² I എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ അവർ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് തന്നിട്ടുള്ളത്. സോ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ബിയുടെ എക്സ്പ്രഷൻ h/8π² IC എന്നായിരിക്കും. സോ 20.45 ഇതും കൂടെയാണ് ശരിക്കും ഇവിടെ ഇക്വേറ്റ് ചെയ്യപ്പെടുന്നത്. കണ്ടുപിടിക്കേണ്ടത് I അല്ലേ? സോ ഐയുടെ വാല്യൂ എന്ത് വരും? I ഈക്വൽ ടു h ഡിവൈഡ് ബൈ 8π² C ഇൻറ്റു 20.45. ഇനി നിങ്ങളിവിടെ യൂണിറ്റിനെ പറ്റി ബോധരാകേണ്ടതില്ല. കാരണം I എന്നുള്ളത് നിങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സ്വാഭാവികമായിട്ട് അതിന്റെ SI യൂണിറ്റ്സിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. ആകെ നിങ്ങളുടെ C അല്ലെ, C എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ പെർ സെക്കൻഡിന് പകരം സീനെ മാത്രം നമ്മൾ സെന്റിമീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊടുക്കും. അപ്പോൾ ബാക്കി എല്ലാ യൂണിറ്റും വെട്ടിപ്പോയിട്ട് സെന്റിമീറ്റർ ഇൻവേഴ്സ് മാത്രം ബാക്കിയാകും. വിച്ച് മീൻസ് എവരി അതർ യൂണിറ്റ് ഹാസ് ടു ബി ഇൻ ദർ SI യൂണിറ്റ്സ്. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഐയുടെ കേസിൽ I ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് നോക്കാം. എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ 6.63 എന്ന് പറയുന്നു. സോ ലെറ്റ്സ് നോട്ട് മേക്ക് എനി കോൺഫ്ലിക്റ്റ്. അത് 6.63 10⁻34 ആണ്. ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു π², 3.14 ഇൻറ്റു 3.14 ഇൻറ്റു C വാല്യൂ എത്രയാ? അത് 3 ഇൻറ്റു 10⁻10 ഇൻറ്റു 20.45. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്ലബ് ചെയ്യാം. പവേഴ്സിനെ മാറ്റി നിർത്താം. പവേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആരൊക്കെയാണ്? ന്യൂമറേറ്ററിൽ 6.63 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 8 ഡിവൈഡ് ബൈ 3.14 ഡിവൈഡ് ബൈ 3.14 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡ് ബൈ 20.45. അപ്പോൾ പവേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ആൻസർ 0.00137 എന്നാണ്. ഇൻറ്റു ബാക്കി പവറുകൾ നോക്കാം. ഇവിടെ 10⁻−34 ഉണ്ട്, ഇവിടെ 10⁻10 ഉണ്ട്. സോ 10⁻10 കൂടെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾ ടുഗദർ എത്രയായിട്ട് മാറും? 10⁻44 എന്ന് മാറും. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രകാരം ചോദിച്ചത് 10⁻47ലേക്ക് മാറ്റാനാണ്. 10⁻47ലേക്ക് മാറ്റാൻ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു 10⁻3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വാണ്ടിറ്റി എത്രയായിട്ട് മാറും? 10⁻47 എന്ന് മാറും. ആൻഡ് നിങ്ങൾ ബാക്കി കാണുന്ന 10⁻3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ യു വിൽ ഗെറ്റ് ദാറ്റ് ദ ആൻസർ ഈസ് 1.37 ഇൻറ്റു 10⁻47 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ നിങ്ങളുടെ ആൻസർ വരേണ്ടത് എത്രയാണ്? വാല്യൂ ഓഫ് y എന്നുള്ളത് 1.37 എന്നൊരു വാല്യൂയിലേക്കാണ് ആക്ച്വലി എത്തേണ്ടത്. 1.37. റൗണ്ട് ഓഫ് ടു 3 ഡെസിമൽ പ്ലേസസ് ആണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, സോ ലെറ്റ് മീ ഡു ദ കാൽക്കുലേഷൻ. റൗണ്ട് ഓഫ് ടു 3 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 1.370 എന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഓക്കെ, 1.370. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് 1.369 എന്നോ അല്ലെങ്കിൽ 1.371 എന്നോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ യു നീഡ് നോട്ട് വറി. അതൊക്കെ നിങ്ങളുടെ ആ റേഞ്ചിനുള്ളിൽ തന്നെ വരുന്ന ആൻസേഴ്സ് ആയിരിക്കും. കാരണം ചെറിയ ചേഞ്ച് അല്ല. നോക്കൂ, 10⁻47 ആണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള വാല്യൂവിലെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഈസിലി അക്കൗണ്ടായിട്ട് പോകുന്ന റേഞ്ച് തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ കീയിൽ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ട് എക്സാമിനേഷനിൽ ഒരു ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ ഇവിടെ എൻകൗണ്ടർ ചെയ്യാണ്. യൂഷ്വൽ ജാമിൽ ഇക്വിലിബ്രിയം കുറച്ച് കൂടുതൽ വരാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, സോ N2O3 ഡീകമ്പോസിഷൻ ആണ് ചോദിക്കുന്നത്. NO2 NO2 ഡീകമ്പോസ് ചെയ്യുന്നു. സോ വെൻ 1 mole of N2O3 is allowed to reach equilibrium at 27 degrees Celsius and a total pressure of 1 bar, degree of dissociation is found out to be 0.2. The value of equilibrium constant Kp. സോ Kp കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അവർ ആൽഫയും തന്നിട്ടുണ്ട്. അപ്പോൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. Kp കണ്ടെത്തണമെങ്കിൽ യു നീഡ് ദ പാർഷ്യൽ പ്രഷേഴ്സ്, റൈറ്റ്? എനിക്ക് എന്തൊക്കെ വേണം? എനിക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് NO വേണം, പാർഷ്യൽ പ്രഷർ ഓഫ് NO2 വേണം, പാർഷ്യൽ പ്രഷർ ഓഫ് N2O3 വേണം. ഇത്രയും കാര്യങ്ങൾ വേണമല്ലോ. ഇതില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ പാർഷ്യൽ പ്രഷർ കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ടോട്ടൽ പ്രഷർ വേണം, കറസ്പോണ്ടിങ് അവരുടെ മോൾ ഫ്രാക്ഷൻസും വേണം. ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് 1 bar എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് എന്തായിരിക്കും? എൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. ith കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ. സോ മോൾ ഫ്രാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയേഷൻ സിനാരിയോ ആണ്. ഇക്വിലിബ്രിയത്തിൽ മോൾ ഫ്രാക്ഷൻ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ICE ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. N2O3 ഡിസോസിയേറ്റ്സ് ടു ഗിവ് NO2 പ്ലസ് NO. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം നമ്പർ ഓഫ് മോൾസ് എഴുതുകയാണ്. ഇനീഷ്യലി എൻ്റെ കയ്യിൽ ഒരു നമ്പർ ഓഫ് മോൾ ഉണ്ടായിരുന്നു. NO2 അന്നേരം 0 ആണ്, NOയും 0 ആണ്. ഇനി കോൺസെപ്റ്റ് എന്താണ്? ICE അവിടുത്തെ ചേഞ്ച് നോക്കാം. ചേഞ്ച് എങ്ങനെയായിരിക്കും ചേഞ്ച് വരുന്നുണ്ടാവുക? 1 മൈനസ് 1 ടൈംസ് ആൽഫ. ഇവിടെ ആൽഫ കുറയുമ്പോൾ അവിടെ ആൽഫ നമ്പർ ഓഫ് മോൾസ് കൂടും, ഇവിടെ ആൽഫ നമ്പർ ഓഫ് മോൾസ് കൂടും. ഓക്കെ, സോറി, ചേഞ്ച് ആണല്ലോ. 1 മൈനസ് അല്ല, മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ. നോക്കുക, കോഎഫിഷ്യൻസ് എല്ലാം 1 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 1 മൈനസ് ആൽഫ, ആൽഫ ആൻഡ് ആൽഫ. ഇങ്ങനെയായിരിക്കും ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾസ് വരുന്നത്. ഓക്കെ, സോ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് എത്രയായിരിക്കും? 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 പ്ലസ് ആൽഫയാണ്. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2O3 എന്നുള്ളത് 1 മൈനസ് ആൽഫയാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NO2 എന്നുള്ളത് ആൽഫയാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NO എന്നുള്ളതും ആൽഫയാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസും കിട്ടി, ഇൻഡിവിജ്വൽ ഓരോ ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഈസിലി. മോൾ ഫ്രാക്ഷൻ ഈസിലി കണ്ടെത്താൻ പറ്റും. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് N2O3 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് N2O3 1 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 പ്ലസ് ആൽഫ. ഓക്കെ, സോ അതോടെ കഴിഞ്ഞു. സിമിലർലി മോൾ ഫ്രാക്ഷൻ ഓഫ് NO2 ഈക്വൽ ടു ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് NO is also equal to alpha by 1 plus alpha. ഓക്കെ, സോ എനിക്കിൻ്റെ മോൾ ഫ്രാക്ഷൻസ് കിട്ടി. ഇനി അടുത്തൊരു കാര്യം, എൻ്റെ ടോട്ടൽ പ്രഷർ 1 ബാർ ആണ്. സോ മോൾ ഫ്രാക്ഷനെ 1 ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടും. സോ ഒന്ന് വല്ലച്ച് നോക്കൂ, നിങ്ങളുടെ മോൾ ഫ്രാക്ഷനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂസ് മാറില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്യാണ്. I am editing them to be the partial pressure of N2O3, partial pressure of NO2 and partial pressure of NO. Now it's done. The problem is done. Now it's just a matter of substituting the final value to get Kp equal to partial pressure of NO into partial pressure of NO2 upon partial pressure of N2O3. Product by reactant idea. So partial pressure of NO എന്നുള്ളത് alpha by 1 plus alpha into partial pressure of NO2 എന്നുള്ളതും alpha by 1 plus alpha divided by partial pressure of N2O3 എന്നുള്ളത് 1 minus alpha divided by 1 plus alpha. ഓക്കെ, സോ ജസ്റ്റ് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ന്യൂമറേറ്റർ ആൽഫ സ്ക്വയർ ബൈ 1 പ്ലസ് ആൽഫയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, എന്നുവെച്ചാൽ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. സോ ഒരു 1 പ്ലസ് ആൽഫയും സ്ക്വയറും കൂടെ വെട്ടിപ്പോകും. സോ യെസ്, അപ്പം മുകളിൽ വരുന്നത് എന്താണ്? ആൽഫ സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ആൽഫ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അത് ആക്ച്വലി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആകുമ്പോൾ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് മാറും. സോ ക്വസ്റ്റ്യൻ ആൽഫയുടെ വാല്യൂ പറയുന്നത് 0.2 എന്നാണ്. സോ യുവർ ആൻസർ ഈസ് 0.2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്കൊന്ന് ക്വിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വാല്യൂ ഡെസിമൽസ് ഉൾപ്പെടെ വരുന്നതായതുകൊണ്ട് സോ 0.2 ഇൻറ്റു 0.2, അത് ഈസിയാണ്. 0.04 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.04, 1 മൈനസ് 0.04. So 0.96 വരും. So the ratio turns out to be 0.04 divided by 0.96 turns out to be 0.0416. എത്രയാണ്? റൗണ്ട് ഓഫ് ടു 3 ഡെസിമൽ പ്ലേസ് ആണ്. സോ 0.0416 എന്നൊരു ആൻസറിലേക്കാണ് നമ്മളിവിടെ പോവേണ്ടത്. 0.04, ഓക്കെ, എത്രയാണ്? 3 ഡെസിമൽ പ്ലേസ് ആണല്ലേ. സോ 0.042 0.041 ഏത് എഴുതിയാലും യു വിൽ ബി റീച്ചിങ് ടു ദ കറക്റ്റ് ആൻസർ. So that's all about this question. Equilibrium connected ആണ്. സോ ലോജിക്കൽ ആലോചിച്ച് നോക്കാം. എന്താണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്? കണ്ടെത്തേണ്ടത് കെ പി ആണ്. കെ പിക്ക് എന്ത് വേണം? പാർഷ്യൽ പ്രഷർ ആണ്. പാർഷ്യൽ പ്രഷർ എന്തൊക്കെ വേണം? ടോട്ടൽ പ്രഷർ വേണം, മോൾ ഫ്രാക്ഷൻ വേണം. ടോട്ടൽ പ്രഷർ പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടെത്തുന്നു. മോൾ ഫ്രാക്ഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ICE ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരു എക്സാമിനേഷൻ ഹോളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ കറക്റ്റ് ആൻസറിലേക്ക് തന്നെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഓൾസോ ഡിഗ്രി ഓഫ് ഡിസ്കഷൻ വളരെ കുറവാണ്.
ആൻഡ് അതുകൊണ്ട് 0.2 നോക്കുക, 5-1 മാത്രമാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ KP വാല്യൂ ഇത്രയും ഒരു ചെറിയ വാല്യൂലേക്ക് എത്തുന്നത്. ഓൾറൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഓഫ് 1 mole ഓഫ് ഓക്സിജൻ വിത്ത് 3 moles ഓഫ് നൈട്രജൻ. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് നമ്മുടെ ഓപ്പൺ സിസ്റ്റം തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. സോ ഡെൽറ്റ എസ് മിക്സിംഗും ഡെൽറ്റ ജി മിക്സിംഗും നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സോ ഡെൽറ്റ എസ് മിക്സിംഗിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഡെൽറ്റ എസ് മിക്സിംഗ് ഈക്വൽ ടു -NR ടൈംസ് സമേഷൻ KI LN KI. ഓക്കെ, ഇത്ര മാത്രം ചെയ്താൽ മതി. സോ ഡെൽറ്റ എസ് മിക്സിംഗ് ഈക്വൽ ടു മൈനസ് നമ്പർ ഓഫ് മോൾസ് എത്രയാ? 1 mole ഓക്സിജനും 3 mole നൈട്രജനും ആണ്. സോ -4R ഇൻറ്റു സമ്മേഷൻ KI LN KI. നോക്കിക്കേ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 + 3 4 ആണ്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്നുള്ളത് 1/4 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എന്നുള്ളത് 3/4 ആണ്. സോ -4R ഇൻറ്റു 1/4 LN 1/4 പ്ലസ് 3/4 LN 3/4. ഓക്കെ, സോ 4 കോമൺ എടുത്ത് വെട്ടിക്കളയാം. സോ -R ടൈംസ് LN 1/4 പ്ലസ് 3 ടൈംസ് LN 3/4. സോ ഇതിൻ്റെ സോൾവ് ചെയ്താലാണ് നിങ്ങളുടെ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നുണ്ടാവുക. സോ ലെറ്റ്സ് റൈറ്റ് ദ ഫൈനൽ ആൻസർ. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടുന്ന ഒരു വർക്ക് മാത്രമാണ് ഇവിടെ വരുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ദ ഫൈനൽ ആൻസർ. യെസ്, ഒരു ഫൈനൽ ആൻസർ ഹാസ് ടു ബി 18.69. ഓക്കെ, 18.69 ജൂൾ പെർ കെൽവിൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 18.69 ജൂൾ പെർ കെൽവിൻ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ലോഗരിതത്തിന്റെ വാല്യൂസും ആറും എന്നൊക്കെ അറിയാമല്ലോ. ആറിന്റെ വാല്യൂ വരെ പറയുന്നുണ്ട് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആണ്. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഓൾവേസ് പോസിറ്റീവ് ആണ്. ഗിബ്സ് ഫ്രീ എനർജി ഓഫ് മിക്സിംഗ് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ജാം ലെവൽ അങ്ങനെ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ അല്ല, നെറ്റ് ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ബാച്ചിലേഴ്സ് ലെവലിൽ നിങ്ങൾ ആരെങ്കിലും സ്റ്റോക്സ് ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്നൊരു ഭാഗം ബാച്ചിലേഴ്സ് നിങ്ങളുടെ കോളേജിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. യൂഷ്വലി ജാം ലെവലിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷൻ അല്ല, പക്ഷേ BSc ലെവലിൽ നിങ്ങളുടെ സിലബസിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ടേം ഉണ്ട്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് D എന്നുള്ളത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ KBT/F. ആൻഡ് അവിടെ പറയുന്ന F എന്നൊരാളാണ് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്. ഓക്കെ, സോ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് F എന്നുള്ളത് ശരിക്കും അത് 6π(η)R എന്നുള്ളതാണ് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് F എന്നുള്ളത്. ഓക്കെ, സോ ഈ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് F ശരിക്കും നിങ്ങളുടെ വിസ്കോസിറ്റിയുടെ കണക്കാണ്, വിസ്കോസിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. സോ വിസ്കോസിറ്റി η എന്നുള്ളത് ശരിക്കും അത് ZE/F എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. വിസ്കോസിറ്റി F ഈസ് ഈക്വൽ ടു ZE/F. സോറി, ജസ്റ്റ് എ സെക്കൻഡ്, വിസ്കോസിറ്റി അല്ല, മൊബിലിറ്റി. ഓക്കെ, മൊബിലിറ്റി μ ഈക്വൽ ടു ZE/F എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. സോ μ ഈക്വൽ ടു ZE ഡിവൈഡഡ് ബൈ F എന്ന് വെച്ചാൽ ആരാണ്? 6π(η)R. നമുക്ക് ഓരോ ടേംസ് നോക്കാം. Z എന്നുള്ളത് നിങ്ങളുടെ ചാർജ് ഓൺ ദ സ്പീഷീസ്, E എന്നുള്ളത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ എക്സ്പ്രഷൻ ആണ്. 6ഉം 5ഉം നമുക്കറിയാം. η എന്നുള്ളത് നിങ്ങളുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, R എന്നുള്ളത് ഹൈഡ്രോഡൈനാമിക് റേഡിയസ്, ഓർ സിംപ്ലി വി കോൾ ഇറ്റ് ആസ് റേഡിയസ്, ബട്ട് പ്രോപ്പർ ടെർമിനോളജി ഹൈഡ്രോഡൈനാമിക് റേഡിയസ് എന്നുള്ളതാണ്. ഹൈഡ്രോഡൈനാമിക് റേഡിയസ്. μ എന്നുള്ളത് മൊബിലിറ്റി ഓഫ് ദ സ്പീഷീസ്. കാറ്റോൺ ആണെങ്കിൽ കാറ്റോണിന്റെ മൊബിലിറ്റി, ആനോൺ ആണെങ്കിൽ ആനോണിന്റെ മൊബിലിറ്റി. ഓക്കെ, സോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫക്റ്റീവ് റേഡിയസ്, അതാണ് ഹൈഡ്രോഡൈനാമിക് റേഡിയസ്. സോ R കണ്ടെത്തുക. Rന്റെ എക്സ്പ്രഷൻ R is equal to ZE ഡിവൈഡഡ് ബൈ 6π(η)μ. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Z ഇവിടെ Na+ ആണ്, സോ ചാർജ് 1 ആണ്. ഇൻറ്റു E എലമെന്ററി ചാർജ് അത് 1.6 × 10⁻⁻19 കൂളം ആണ്. ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ആണ്. ഇൻറ്റു η നിങ്ങളുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അത് പറയുന്നു 1 mPa/s. ഓർക്കുക, നമ്മളെല്ലാം SIസിലാണ് ചെയ്യുന്നത്. സോ അത് 1 ഇൻറ്റു 10⁻³ Pascal/s ആയിരിക്കണം. ഓക്കെ, എന്നാൽ അത് SIസിലാവുള്ളൂ. η ഇൻറ്റു ബാക്കി എന്താണ്? മൊബിലിറ്റി μ. സോ അത് യൂണിറ്റ് ഞാൻ ഫുൾ എഴുതുന്നില്ല. 5.19 ഇൻറ്റു 10⁻⁻8 m²/s/volt. ഇപ്പം എല്ലാം SIസിലാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കിട്ടാൻ പോകുന്ന ആറും അതിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലായിരിക്കും. നമുക്ക് പവേഴ്സിനെ മാറ്റി നിർത്താം. പവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1.6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു
3.14 ഇൻറ്റു 5.19. ഓക്കെ, ബാക്കി പവറുകൾ എന്തൊക്കെയാണ്? 10⁻⁻90 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്റർ 10⁻−3 ഉണ്ട്, പിന്നീട് ഒരു 10⁻8 ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്വിക്ക്ലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്പേഴ്സ് ചെയ്യുമ്പോൾ 1.6 ഡിവൈഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 3.14 ഡിവൈഡഡ് ബൈ 5.19. ഓക്കെ, സോ ദിസ് ടേൺസ് ഔട്ട് ടു ബി 0.01636 ഇൻറ്റു പവേഴ്സ് നോക്കാം. 10⁻−19 ആണ്, ഇവിടെ -8 -3, അപ്പോൾ -11 അത് മുകളിലേക്ക് വരുമ്പോൾ 11 ആകും. സോ 11 - 19 എത്ര വരിക? 10⁻−8 എന്ന് വരും. സോ പ്രോബ്ലം പ്രകാരം 10⁻12 പോവേണ്ടത്. സോ നമുക്കൊരു 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഈ കാണുന്ന ക്വാണ്ടിറ്റി 10⁻12 പോകും. 10⁴ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4. മൈ ആൻസർ വുഡ് ബി 163.6 ഇൻറ്റു 10⁻12 മീറ്റർ. അപ്പോൾ ഇവിടെ ആരും യൂണിറ്റ് നോക്കി ഒരുപാട് സമയം കളയരുത്. എല്ലാം എസ്ഐസിൽ ഇട്ട് കഴിഞ്ഞാൽ റേഡിയസ് കിട്ടാൻ പോകുന്നത്, കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ റേഡിയസ് ആണല്ലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റേഡിയസും എസ്ഐസിലായിരിക്കും. സോ റൗണ്ട് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസ് ആണ് പറയുന്നത് അല്ലേ. സോ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആയിട്ടുള്ളൂ. സോ 163.63. ഓക്കെ, 163.63. ഇറ്റ് ഡസന്റ് മാറ്റർ, മേ ബി ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. ചിലപ്പോൾ 163.59 എന്നോ 60 65 എന്നൊക്കെ ആയിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ മച്ച്. സോ ദാറ്റ്സ് ഹൗ വിൽ ബി ഡൂയിങ് ദിസ് പ്രോബ്ലം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ദ റേഡിയൽ വേവ് ഫംഗ്ഷൻ ഓഫ് 3p ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഈസ് ഗിവൺ. ദ റേഡിയൽ നോഡ് ഓഫ് ദ ഓർബിറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് y into a0/z where y is equal to. സോ റേഡിയൽ നോഡിന്റെ ലൊക്കേഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഫൈൻഡിങ് ദ നോഡ്, നോഡിന്റെ ലൊക്കേഷൻസ് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ക്വിക്കിൽ അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ 1/√486 എന്നുള്ളതിന് പ്രത്യേകിച്ച് പങ്കില്ല, അതൊരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് മാത്രമാണ്. e⁻⁻² എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങളുടെ ബൗണ്ടറി കണ്ടീഷൻ ആണ് കാണിക്കുന്നത് അല്ലേ. സോ ഇതൊരു ബൗണ്ടറി കണ്ടീഷൻ ആണ്, അത് നിങ്ങളുടെ ഇൻഫിനിറ്റിയിൽ വാനിഷ് ആയി പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ആൻഡ് ഇത് കോൺസ്റ്റൻസ് ആണ്. ആൻഡ് ഈ കാണുന്ന z/a0 3⁻2 ഇതൊക്കെ ഈക്വൽ ടു 0. ഇതൊന്നും 0 ആകുന്ന ആൾക്കാരല്ല, z 0 ആവില്ലല്ലോ, ഹൈഡ്രജൻ ആറ്റം ആണ്. സോ 0 ഡിക്ലെയർ ചെയ്യേണ്ട ആൾ 4 - ρ എന്നുള്ളതാണ്. ബൈ ഒബ്സർവേഷൻ നമുക്ക് അത് മനസ്സിലാക്കണം. സോ നോഡിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ 4 - ρ 0 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ റോയുടെ വാല്യൂ 4 ആകും. ഓക്കെ, ഇനി അടുത്ത് അറിയേണ്ടത് റോ ആരാണെന്നാണ്. ആരാണ് റോ? 2z/n a0 ആരാണ് റോ. സോ 2z ഡിവൈഡഡ് ബൈ n ടൈംസ് a0 ഇൻറ്റു r എന്നുള്ളതാണ് റോ വാല്യൂ. അത് എത്ര ആയിട്ട് മാറും? 4 ആയിട്ട് മാറും. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. 2 ഇൻറ്റു z, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്നാണ് ഇവിടെ പറയുന്നത്. സോ യെസ്, ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r വാല്യൂ ആണല്ലോ അല്ലേ. അപ്പം നമുക്ക് r-നെ ഒന്ന് ഒറ്റയ്ക്കാക്കാം. സോ r-ന്റെ വാല്യൂ എന്താ വരുന്നത്? r is equal to 4na0 ഡിവൈഡഡ് ബൈ 2z. സോ 4 × 2 വെട്ടി പോകും. 4 × 2 വെട്ടി കഴിഞ്ഞാൽ ബാക്കി ആൻസർ വരുന്നത് 2 ആണ്. സോ 2na0/z എന്നായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് എന്താണ്? അവർ a0/z ഒറ്റയ്ക്കാക്കിയിട്ടുണ്ട് അല്ലേ. സോ r is equal to 2n into a0/z. സോ നമുക്കിനി ഇവിടെ വേണ്ടുന്നത് n വാല്യൂ ആണ്. n എന്നുള്ളത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ ആക്ച്വലി കൂടുതൽ നോക്കേണ്ടതില്ല. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് 3p ഓർബിറ്റിലാണ്. സോ n വാല്യൂ 3 ആണ്. സോ n വാല്യൂ 3 ആണെങ്കിൽ 2 × 3 6 ടൈംസ് a0/z എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ. സോ y-യുടെ വാല്യൂ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ 3p എന്ന് പറയുന്നുള്ളത് കൊണ്ട് തന്നെ n വാല്യൂ 3 ആണ്. സോ ദാറ്റ്സ് യുവർ ആൻസർ. 6 ഹാസ് ടു ബി ദ വാല്യൂ ഓഫ് y. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഇലക്ട്രോ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഒന്നും ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. At pH 7 the reaction for the oxidation of NaDH, കുറച്ചുകൂടെ ബയോ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിയാക്ഷൻ തരുന്നുണ്ട്, എന്നിട്ട് NAD + NADH പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ്. അവിടെ നടക്കുന്ന ബയോളജിക്കൽ റിയാക്ഷൻ മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ്. ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യലും പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ΔG0 ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ NAD + NADH ആകുന്നു. ഈ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുക? ഓക്കെ, അതാണല്ലോ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. NAD+ എന്ന ക്വാണ്ടിറ്റി എന്തായിട്ട് മാറുന്നു? NADH ആയിട്ട് മാറും. അപ്പോൾ മനസ്സിലാക്കുക, NAD + NADH ആകണമെങ്കിൽ ഒരു H+ കൂടെ വരണം. ഒരു H+ കൂടെ വരണം. അപ്പോൾ ഒരു H+ വരുമ്പോഴത്തേക്ക്
ഓവറോൾ NADH. പ്രശ്നം ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് 2 ഇലക്ട്രോൺസ് ഇൻ ദ LHS. LHS 2 ഇലക്ട്രോൺസ് വേണം. അപ്പം ഈ റിയാക്ഷൻ്റെ E0യുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ പ്രകാരം -0.32 വോൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ വാട്ടറായിട്ട് മാറുന്നു എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. RHSൽ ഒരു ഓക്സിജൻ ആണെങ്കിൽ LHSൽ ഹാഫ് ഓക്സിജൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇനി RHSൽ 2 ഹൈഡ്രജൻസ് ഉണ്ട്, വിച്ച് മീൻസ് എൻ്റെ LHSൽ 2 H+ വരണം. RHSൽ ചാർജ് ഇല്ല, വിച്ച് മീൻസ് എൻ്റെ LHSൽ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോൺസ് വരും. ആൻഡ് ഈ കാണപ്പെടുന്ന റിയാക്ഷൻ്റെ പൊട്ടൻഷ്യലിനെയാണ് 0.816 വോൾട്ട് വരെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓക്സിജൻ ടു വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്, NAD+ ടു NADH പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ നോക്കാം. അതിനകത്ത് NADH LHSൽ വരണം. NADH LHSൽ വരണം. അപ്പോൾ NADH LHSൽ വരണമെങ്കിൽ ഈ റിയാക്ഷൻ ഞാൻ തിരിക്കണ്ടേ, ഫസ്റ്റ് ഇക്വേഷൻ തിരിക്കണ്ടേ. അപ്പോൾ ഞാൻ തിരിക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു റൈറ്റ് NADH ഗിവിങ് NAD++ H++ 2 ഇലക്ട്രോൺസ്. സ്വാഭാവികമായിട്ടും തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ മാറിയിട്ടത് +0.32 വോൾട്ട് എന്ന രീതിയിലേക്ക് മാറും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ തിരിച്ചപ്പോൾ. ഇനി അടുത്തത് നോക്കേണ്ടത് എന്താണ്? വാട്ടർ റൈറ്റിലാണ് വരേണ്ടത്. ഈ റിയാക്ഷൻ്റെ രീതിയിൽ തന്നെ വാട്ടർ റൈറ്റിൽ തന്നെ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ അതേപടി എടുത്ത് എഴുതാം. 2 ഇലക്ട്രോൺ +2 H+ ½ O2 ഗിവിങ് H2O. ഓക്കെ, അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0.816 വോൾട്ട് ആണ്. സോ നൗ ലെറ്റ്സ് ട്രൈ ടു ആഡ് ദീസ് 2 ഇക്വേഷൻസ് ടുഗദർ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കാം. 2 ഇലക്ട്രോൺ ആൻഡ് 2 ഇലക്ട്രോൺ ഗെറ്റ്സ് ക്യാൻസൽഡ് ഔട്ട്. ഓക്കെ, ആൻഡ് LHSൽ ഒരു NADH ഉണ്ട്, പ്ലസ് ഇവിടെ 2 H+ ഉണ്ട്, ഇവിടെ ഒരു H+ ഉണ്ട്. രണ്ടും വെട്ടിപ്പോയിട്ട് ആകെ ഒരു H+ മാത്രം ഇവിടെ ബാക്കിയാകും. സോ NADH + H+ ½ O2 ഗിവിങ് RHSൽ ആരുണ്ടാകും? NAD+ H2O. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 റിയാക്ഷൻസ് ആണ്. ആ 2 റിയാക്ഷൻസും കൂടെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യലും നമുക്ക് അതുപോലെ ആഡഡ് ആവുന്നതാണ്. 0.32 + 0.816. സോ ദ വാല്യൂ ടേൺസ് ഔട്ട് ടു ബി E0 = 1.136 വോൾട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ച് നോക്കിക്കേ. NADH + H+ ½ O2 അത് തന്നെയല്ലേ നമ്മുടെ LHS. ഓക്കെ, NAD + H2 ആണ് RHS, അത് തന്നെയാണല്ലോ നമ്മുടെ RHS. വിച്ച് മീൻസ് ദാറ്റ് ഈ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ജി ഇസ് വെരി ഈസി. ഡെൽറ്റ G0 = -n. എത്രയാ നോക്കിയേ, 2 ഇലക്ട്രോൺ അല്ലേ നിങ്ങൾ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ തന്നെയാണല്ലോ. നോക്കുക, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2. അതുകൊണ്ടാണ് നമുക്ക് പൊട്ടൻഷ്യൽ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെ. ഓക്കെ, സോ n വാല്യൂ 2 ആണ്. സോ -2 × F 96,500 × E 1.136. So if I have to substitute this value, my answer turns out to be 96,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ആൻസർ -219,248 ജൂൾ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -219.25 കിലോ ജൂൾ ഏകദേശം. സോ നോക്കുക, യെസ്, മൈനസ് ഇട്ട് കൊടുക്കാൻ വിട്ടു പോകരുത്. ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്ന് നമുക്ക് സെൽഫ് പൊട്ടൻഷ്യൽ മനസ്സിലാകും. സോ -219.25 കിലോ ജൂൾസ് ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ട്രിക്ക് എന്നുള്ളതല്ല, NAD + NADH ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ ഒരു ബയോളജി, മേ ബി ബയോനോർഗാനിക് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു അറിയേണ്ട ഒരു പ്രീ റിക്വിസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇലക്ട്രോ കെമിസ്ട്രി സൈഡിൽ ഈ ക്വസ്റ്റിനകത്ത് വലിയൊരു റോൾ വരുന്നില്ല. സിംപ്ലി ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽസിന്റെ അഡീഷൻസും ഡെൽറ്റ G = -n എന്ന ഇക്വേഷനും മാത്രമാണ് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫ്രീ പാർട്ടിക്കിൾ ഓഫ് മാസ് m കൺഫൈൻഡ് വിത്തിൻ ദ വാൾസ് ഓഫ് എ 1-dimensional ബോക്സ് ഓഫ് ലെങ്ത് a. പാർട്ടിക്കിളിന്റെ ബോക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇസ് ഇൻ ദ ഐഗൻ സെറ്റ് ഹാവിംഗ് ക്വാണ്ടം നമ്പർ n = 4. നമുക്ക് ഡാറ്റ എടുത്ത് എഴുതാം. n = 4 ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് മെഷർമെന്റ് ഓഫ് മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഡെൽറ്റ p ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് y × h/a ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് വൈയുടെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മാത്തമാറ്റിക്കലി ആലോചിക്കുമ്പോൾ അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ് എന്നുള്ളത് ഓഫ് എനി പാരാമീറ്റർ, ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് മൊമെന്റം, ലെറ്റ്സ് തിങ്ക് അബൌട്ട് എ ക്വാണ്ടിറ്റി x. So the uncertainty in the measurement of the quantity x is nothing but the standard deviation. Okay, അത് ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ മാത്തമാറ്റിക്കലി പഠിച്ചിട്ടുണ്ട്. √(x² average -
എക്സ് ആവറേജിൻ്റെ സ്ക്വയർ. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇത്. ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റൂട്ട് ഓഫ് സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് ആവറേജിൻ്റെ സ്ക്വയർ. ഇനി ഇപ്പോൾ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാനാണ് ഈ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്തായിരിക്കും? ഡെൽറ്റ പി ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് പി ആവറേജിൻ്റെ സ്ക്വയർ. ഇനി നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. എൻ്റെ പാർട്ടിക്കുലർ ബോക്സിൻ്റെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, n ഈക്വൽ ടു 4 100 2000 എന്തോ ആയിക്കോട്ടെ, ഡെൽറ്റ എക്സും നിങ്ങളുടെ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റവും അതുപോലെ തന്നെ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷനും എല്ലാം എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഈ കാണപ്പെടുന്ന ക്വാണ്ടിറ്റി ആക്ച്വലി 0 ആണ്. ഇനി വേണ്ടത് പി സ്ക്വയറിൻ്റെ ആവറേജ് ആണ്. അത് ആക്ച്വലി ഈസിയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനർജിയുടെ എക്സ്പ്രഷൻ അത് ശരിക്കും പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. ആൻഡ് പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ അത് n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പി സ്ക്വയർ ആവറേജിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? n സ്ക്വയർ h സ്ക്വയർ ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ 8ml സ്ക്വയർ. So m and m gets cancelled out, 2 and it gets cancelled out, and my final answer has to be n square h square divided by 4l square. Okay, n square h square by 4l square. So I can write my delta p എന്നുള്ളത് ശരിക്കും നോക്കാം, ഈ ക്വാണ്ടിറ്റി 0 ആയി പോവല്ലോ. സോ പി സ്ക്വയർ ആവറേജിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇതാണ് പി സ്ക്വയർ ആവറേജ്. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താ? NH/2l. ഇതായിട്ട് നമുക്ക് റൂട്ട് കിട്ടും. ഓക്കെ, സോ ചില ബുക്കുകളിലൊക്കെ ഡയറക്റ്റ്ലി ഡെൽറ്റ പി NH/2l എന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം പ്രകാരം ബോക്സിൻ്റെ ലെങ്ത്തിനെ അവർ എ എന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഡെൽറ്റ പി എന്നുള്ളത് ശരിക്കും എന്താണ്? അത് n/2 ഇൻറ്റു h/a ആണ്. n/2 ഇൻറ്റു h/a. എന്തുകൊണ്ടാണ് n/2 എന്ന് എഴുതിയത്? y എന്നുള്ളത് n/2 ആണ്. സോ n എന്നുള്ളത് 4 ആണെങ്കിൽ y എന്നുള്ളത് 2 ആയിരിക്കണം. ബിക്കോസ് 4/2 ഈക്വൽ ടു 2. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ആൻഡ് വിത്ത് ദാറ്റ് ദിസ് ഡിസ്കഷൻ ഇസ് ഓവർ. സോ ഏകദേശം നമുക്ക് തന്നെ അറിയാം, ഒരു മോർ ദാൻ 1 hour ഓഫ് ഡിസ്കഷൻ ആണ് ഇത് വേണ്ടി വന്നത്. അത് ഫുൾ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. സോ ഫ്രം എ സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾ 3 hour ഓഫ് ജാം എക്സാമിനേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് തിങ്ക്, ഞാൻ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇഫ് യു ആർ ലീവിങ് 2-3 ക്വസ്റ്റ്യൻസ്, ഒരു 1 hour കൊണ്ട് നമുക്ക് പ്രോപ്പർലി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെ ആയിരുന്നു. And yeah, there are some good quality questions and there are some very easy questions as well, and there are a lot of moderate questions as well. So അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഇതൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു എന്നുള്ളത്. So I hope that the discussion was helpful, and I really hope that all of you get to the colleges as per your wish. So ഇനി നമുക്ക് ഫൈനൽ ആൻസർ കീയും അതുപോലെ തന്നെ ഫൈനൽ സ്കോർ കാർഡും റിസൾട്ടും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. So till then, fingers crossed, all the best. Thank you.